വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ KNM ISM MGM പ്രവർത്തകരെ, എൻ്റെ പ്രിയ നാട്ടുകാരെ, എല്ലാവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും റമളാനിൻ്റെ പവിത്രമായ അവസാനത്തെ രാവുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വളരെയധികം പുണ്യം നിറഞ്ഞ രാവുകളാണ്. നമ്മൾ എത്ര ചെറിയ നന്മ ചെയ്താലും അതിനെല്ലാം വളരെയധികം പുണ്യം കരസ്ഥമാക്കാനുള്ള രാവുകളും കൂടിയാണിത്. അതുപോലെ തന്നെ പാപമോചനത്തിൻ്റെ രാവുകളും കൂടിയാണ്. തൻ്റെ അടിമയുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു ഇരുകരങ്ങളും നീട്ടിയിരിക്കുന്ന രാവുകളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. പിന്നെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാവുകളും കൂടിയാണ്. അതുപോലെ ഖുർആന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനകളും ദിക്റുകളും ഈ രാവുകളിലൂടെ കടന്നു പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിന് പടച്ചവൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിൻ്റെ മഹത്വം മനസ്സിലാക്കാനും വ്യക്തി വിശുദ്ധി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ആയിഷ ചെർമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ടീച്ചറെ ഹാജരുമായി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരണീയരായ വിശ്വാസിനികളെ, സ്നേഹസമ്പന്നരായ സഹോദരിമാരെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുൻപിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ, നാവടറിപ്പോകാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകുവാനുള്ള ഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10ലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിച്ചാൽ അവൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ലൈലത്തുൽ ഖദ്ർ അതിൻ്റെ പൂർണ്ണ പുണ്യത്തോടെ സ്വായത്തമാക്കാൻ സാധ്യമാകുന്ന ഈ നല്ല ദിനരാത്രങ്ങളിൽ ഇന്നലകളിൽ സംഭവിച്ചു പോയ എല്ലാ പാകപ്പഴിവുകളും റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പാപമുക്തി നേടി ഏറ്റവും വിശുദ്ധമായ മനുഷ്യരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ പ്രത്യേകത തന്നെ അതിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതാക്കും ഷഹ്റു റമളാൻ, നിങ്ങളിലേക്കിതാ റമളാൻ മാസം വന്നിരിക്കുന്നു. എന്താണ് ആ റമളാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അത് ഷഹ്റുൻ മുബാറക്കുൻ, അത് അനുഗ്രഹീതമായ ഒരു മാസമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും അനുഗ്രഹങ്ങൾ, ബർക്കത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. ആ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ലില്ലാഹി തആല ഫീഹി ലൈലത്തുൽ ഖൈറും മിൻ അൽഫി ഷഹർ, അതിൽ 1000 മാസങ്ങളെക്കാളും പുണ്യമേറിയ ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്
റമദാൻ മാസം ഏറ്റവും പുണ്യാർഹമായ മാസമായി തീർന്നത് എന്നുള്ളതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഹുരിമ ഖൈറഹ, ആർക്കെങ്കിലും അതിന്റെ ഖൈറ്, അതിന്റെ നന്മ തടയപ്പെടുകയാണെങ്കിൽ എന്താണ്, ഫഖദ് ഹുരിമൻ ഖൈറ കുല്ല, അവരുടെ സർവ്വ പുണ്യവും തടയപ്പെട്ടതുപോലെയാണ്, അവർക്കുള്ള സർവ്വ നന്മകളും തടയപ്പെട്ടതുപോലെയാണ്. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സർവ്വ നന്മകളും നമുക്ക് തടയപ്പെട്ടതിന് തുല്യമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ലാ യുഹറമു ഖൈറുഹാ ഇല്ലാ മഹ്റൂമുൻ. നിശ്ചയമായും ദൗർഭാഗ്യവാന്മാർക്കല്ലാതെ അതിൻ്റെ ഖൈറ് തടയപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമായി ഈ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ അതിന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ റമളാനിലെ പുണ്യമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ഏറ്റവും ദൗർഭാഗ്യവാന്മാരായ മനുഷ്യരാണ്. ജീവിതത്തിലെ സർവ്വ നന്മകളും തടയപ്പെട്ടതിന് സമമാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു രാവ് നമ്മളിൽ നിന്നും കടന്നുപോയി, 21-ാം രാവ്. ഇന്ന് നമ്മൾ നോമ്പ് 21-ലാണ് നിലനിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റയാക്കപ്പെട്ട ഓരോ രാവുകളും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുവാൻ സാധ്യതയുള്ള രാവുകളാണ്. ആ രാവുകളില് നമ്മൾ പ്രത്യേകം നിയ്യത്ത് ചെയ്ത് മനസ്സറിഞ്ഞ് അതിന്റെ പുണ്യം എനിക്ക് ലഭിക്കപ്പെടണം എന്ന ചിന്തയോടുകൂടിയിട്ട് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്നുള്ളതാണ് ആദ്യമായി എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പതിരാരാവുകൾ നമ്മൾ വെറുതെ ഉറങ്ങി നശിപ്പിച്ച് കളയരുത്. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. ഒരല്പസമയം ഉറങ്ങാതിരിക്കാൻ സാധ്യമല്ല എങ്കിൽ ഒരല്പസമയം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ ശേഷം അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ട്, അള്ളാഹുവോട് പുണ്യത്തെ തേടിക്കൊണ്ട്, ഈ ഒരു ഖദ്റിന്റെ രാവാണ് ഇത്, വിധി നിർണയത്തിന്റെ രാവാണ് ഇത്, ബഹുമാനത്തിന്റെ രാവാണ്. ലൈലത്തുൽ ഖദ്ർ ബഹുമാനത്തിന്റെ രാവാണ്. ആ രാവിലെ നമ്മൾ അല്ലാഹുവോട് സകലമാന ബർക്കത്തുകളും ചോദിച്ചുകൊണ്ടിരിക്കണം. അന്നേ ദിവസം അധികരിപ്പിക്കേണ്ട പുണ്യകർമ്മം എന്താണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ അന്നി, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അതിന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു അഫുവാണ്. അള്ളാഹുവിൻ്റെ മുൻപിൽ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ടത്, ഞാൻ ചെയ്ത ആ തെറ്റ് പൂർണ്ണമായും എന്നിൽ നിന്ന് മായ്ച്ചു കളയണം എന്നൊരു ബോധമാണ്. അതിന് നമ്മൾ ചെയ്ത തെറ്റുകളെ തെറ്റായി കാണുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. ഒരിക്കല് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു മനുഷ്യനെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും. എന്നിട്ട് ആ മനുഷ്യന്റെ ചെറുപാപങ്ങൾ ആ മനുഷ്യന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുവാനും വലിയ പാപങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉയർത്തുവാനും അവിടെ വിളിച്ചു പറയപ്പെടും. നമ്മളറിയണം, നമ്മൾ വിചാരണയ്ക്ക് നിൽക്കുന്ന നേരമാണ്. ആ സമയത്ത് നമ്മുടെ ചെറുപാപങ്ങൾ നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിക്കുകയും വലിയ പാപങ്ങൾ നമ്മളിൽ നിന്നും ഉയർത്തുകയും ചെയ്യുമെന്നാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ മുൻപിൽ ആ മനുഷ്യൻ ചെയ്ത സകലമാന ചെറിയ പാപങ്ങളും കാണിച്ചു കൊടുക്കും. ഇതെല്ലാം നീ ചെയ്തതല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കും. ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യരെ അവിടെ അത് നിഷേധിക്കുവാൻ നിർവാഹമില്ലാത്തവരാണ്. രേഖയടക്കമാണ് നമുക്ക് മുന്നിൽ അത് പ്രദർശിപ്പിക്കുന്നത്. നമ്മളത് സമ്മതിക്കും, നമ്മുടെ നെഞ്ചിടിക്കാൻ തുടങ്ങും. ഇതിനേക്കാളും വലിയ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മളത് അല്ലാഹുവോട് ചോദിക്കുമെന്നാണ്. ആ സമയത്ത് നമുക്ക് ലഭിക്കപ്പെടുന്ന
ഉത്തരം എന്താണ്? നമ്മുടെ ഓരോ പാപങ്ങളുടെയും സ്ഥാനത്ത് ഓരോ പുണ്യങ്ങൾ എഴുതി ചേർക്കപ്പെടുമെന്നാണ്. എന്നിട്ട് ഈ ഒരു വിവരം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അണപ്പല്ല് കാണുന്നത് വരെ ചിരിച്ചു എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ അറിയേണ്ടത്, നാം ചെയ്തു പോയ, ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപങ്ങൾ നമ്മളിൽ നിന്നും പൂർണ്ണമായും മായ്ക്കപ്പെടുന്നു. നാളെ നമ്മുടെ കർമ്മരേഖയിൽ പോലും അത് കാണുന്നില്ല. അപ്രകാരം നമ്മളിൽ നിന്നും തുടച്ചു നീക്കുന്നു. എന്നിട്ട് അതിന്റെ ശിക്ഷ നമുക്ക് എന്നിട്ട് അതിന്റെ ശിക്ഷ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, നാം ചെയ്ത ആ കുറ്റകൃത്യങ്ങൾക്ക്, ആ പാപങ്ങൾക്ക് പകരമായി പരലോകത്ത് അല്ലാഹു പുണ്യങ്ങൾ എഴുതി ചേർക്കും എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ആർക്കാണ് ഈ മഹാസൗഭാഗ്യം ലഭിക്കപ്പെടുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആർക്കാണ് മഹാസൗഭാഗ്യം ലഭിക്കപ്പെടുന്നത്? അള്ളാഹുവിൻ്റെ മുൻപിൽ എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞ്, മനസ്സ് കരഞ്ഞ്, കണ്ണ് കലങ്ങി അള്ളാഹുവെ പൊറുക്കണേ എന്ന് പറഞ്ഞവർക്കാണ്. അതേ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ അള്ളാഹു അഫുവാണെന്ന് പറയുമ്പോൾ അത്രയും വിശാലതയുണ്ട്. അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. നമ്മുടെ രേഖകളിൽ നിന്ന് പോലും അത് മായ്ച്ചു കളഞ്ഞ് അതിൻ്റെ സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും, അതിൻ്റെ സകലമാന പരിണിത ഫലങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുന്നവനാണ് അല്ലാഹു. നമ്മൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഉറപ്പാണല്ലോ. ആരെങ്കിലും അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതവൻ കാണുമെന്നാണ്. അതിൻ്റെ പ്രതിഫലം അവൻ അനുഭവിക്കേണ്ടി വരും. ഇഹത്തിലോ പരത്തിലോ അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഇപ്രകാരം മനസ്സ് മടങ്ങിയവർക്ക് അള്ളാഹു അവരിൽ നിന്നും അത് പൂർണ്ണമായും അയച്ചു കളഞ്ഞ് പകരം അവർക്ക് നന്മകൾ എഴുതി ചേർക്കപ്പെടുമെന്ന് പറയുമ്പോൾ അതിനു മാത്രം അത്രമാത്രം പവറിൽ തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ തേടാൻ എനിക്ക് നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ട അവസാനത്തെ നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇനിയുള്ള രാവുകളിൽ ചെയ്ത പാപങ്ങൾ ഓർത്തെടുത്ത് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്ന് അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോൾ ചെയ്ത പാപങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരണം. മനസ്സു നോവണം, കണ്ണ് നനയണം. അങ്ങനെ കണ്ണ് നനഞ്ഞ മനുഷ്യരുണ്ടല്ലോ, ആ കണ്ണുകളെ നരകത്തിന്റെ ചൂടുപോലും ഏൽക്കുകയില്ലെന്ന് പറയുമ്പോൾ അത്രത്തോളം റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങി ഇനി ഞാൻ ആ തിന്മയിലേക്ക് തിരിച്ചു പോകില്ല റബ്ബേ എന്ന് തീരുമാനമെടുത്ത മനുഷ്യരെ നരകത്തിന്റെ ചൂടുപോലും ഏൽക്കുകയില്ലെന്ന് പറഞ്ഞാൽ ഇപ്രകാരം അവർക്ക് മേൽ നന്മകൾ എഴുതി ചേർക്കപ്പെട്ട് അവർക്ക് നരകത്തിന്റെ യാതൊരു തരത്തിലുള്ള യാതനയും നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. അതുകൊണ്ട് റമളാൻ എന്തായി പോകരുത്? ഒരു ആചാരമായി പോകരുത്. റമളാനിലെ ചില നോമ്പനുഷ്ഠാനങ്ങൾ, റമളാനിൽ കുറച്ച് തറാവീഹ് നമസ്കാരങ്ങളിൽ, റമളാനിൽ കുറച്ച് ഖുർആൻ പാരായണം, റമളാനിൽ കുറച്ച് നല്ല രൂപത്തിൽ വേഷവിധാനമൊക്കെ ഇട്ട് നല്ല ഒരു കരുതലോടെയുള്ളൊരു ജീവിതം. അത് കഴിഞ്ഞാൽ പിന്നെ പണ്ടെങ്ങനെയാണോ അതുപോലെ തന്നെ ആയിപ്പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ശുദ്ധ റമളാൻ അല്ലാഹു നമുക്ക് തീരുമാനമാക്കിയിട്ടുള്ളത് അത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം തഖ്വ. ബാക്കിയുള്ള കാലഘട്ടത്തിലേക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നവരായിരിക്കണം നമ്മൾ. ഇപ്പൊ നമുക്ക് അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല കടുത്ത വേനലാണ്. ഈ ദീർഘദൂര യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ നല്ല ദാഹമുണ്ടാകും. എനിക്ക് എൻ്റെ ഫ്രിഡ്ജില് നല്ല തണുത്ത വെള്ളവും ഉണ്ടാവും. ഞാനത് എടുത്തു കുടിച്ചാൽ ആരും അറിയാൻ പോണില്ല, ഒരാളും അറിയില്ല ഞാൻ ആ വെള്ളം എടുത്തു കുടിച്ചാൽ. പക്ഷെ ഞാൻ എന്താ കുടിക്കാത്തത്? അല്ലാഹു കാണുമെന്ന ഭയമുള്ളത് കൊണ്ടാണ്.
അള്ളാഹു എന്റെ നോമ്പിന്റെ പൂർത്തീകരണം എനിക്ക് നൽകുകയില്ല എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഒരാളെയും ബോധ്യപ്പെടുത്താനല്ല, പടച്ച തമ്പുരാൻ അത് കാണുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് ഒരിറുക്ക് വെള്ളം പോലും നമ്മൾ ആരും കുടിക്കുകയില്ല. അപ്രകാരം ജീവിതത്തില് പാകപ്പിഴവുകൾ സംഭവിച്ചു പോകുന്നതിനെ സൂക്ഷ്മതയോടെ പരിഗണിച്ച് ഇനിയുള്ള കാലം തഖ്വയോടെ ജീവിക്കണം എന്നുള്ളതാണ് റമളാൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നതാണ് ലഅല്ലകും തത്തഖൂൻ എന്നതിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാറ്റം സാധ്യമാകണം. ഈ റമളാനിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റം ജീവിതത്തിലുടനീളം നമുക്ക് സാധ്യമാകണം. റമളാനിൽ കാണിക്കുന്ന ഈ ഒരു ആവേശമുണ്ടല്ലോ, ഇബാദത്ത് കർമ്മങ്ങളോടും ജീവിതത്തിന്റെ നന്മകളോടും റമളാനിൽ കാണിക്കുന്ന ആവേശത്തെ പിടിച്ചു നിർത്താനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇനിയും അത് നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു കഴിവ് ആർജിച്ചെടുക്കലാണ് റമളാനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വിഷയം വ്യക്തിവിശുദ്ധിയാണ്. നമ്മള് വ്യക്തിപരമായിട്ട് നല്ലൊരു മനുഷ്യനാകണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആര് സ്വന്തത്തെ സംസ്കരിച്ചുവോ, സ്വയം സംസ്കരണം സാധ്യമാക്കിയോ അവനാണ് വിജയിച്ചവൻ. ആരാണോ സ്വന്തം നഫ്സിനെ മലിനമാക്കിയവൻ അവനാണ് പരാജയപ്പെട്ടവൻ. അതുകൊണ്ട് സ്വന്തം ഒരു സംസ്കരണം എനിക്കും നിങ്ങൾക്കും സാധ്യമായി എന്ന് വിശുദ്ധ റമളാനിലൂടെ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. പക്ഷേ നമ്മുടെ മനസ്സ് പാകപ്പെടുന്നില്ലല്ലോ. നമ്മുടെ മനസ്സ് പാകപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നറിഞ്ഞിട്ടും ചിലതൊന്നും ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധ്യമാകുന്നില്ല. ഇപ്പോ നമ്മള് സ്ത്രീകളാണ്, നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് കൃത്യമായി നിലനിർത്താൻ കഴിയാത്ത ഒരുപാട് സ്വഭാവങ്ങളുണ്ട്, നല്ല സ്വഭാവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വേഷവിധാനം എന്ന് പറയുന്നത്. അള്ളാഹു കൽപ്പിച്ച വേഷം ഏതാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൻ നൂറിലും സൂറത്ത് അഹ്സാബിലും വളരെ കൃത്യമായിട്ട് ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷം എന്തായിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരുടെ ശിരോവസ്ത്രങ്ങളെ അവർക്കുമേൽ താഴ്ത്തിയിടണം. നമ്മുടെ ശരീരത്തിന്റെ ആ നിമ്നോന്നതികൾ കാണാൻ പറ്റാത്ത രൂപത്തിൽ വേഷവിധാനം ചെയ്യണം എന്ന് അള്ളാഹു പറയുകയാണ്. പക്ഷേ നമ്മളും നമ്മുടെ മക്കളും ഏതൊരു രൂപത്തിലാണ് വേഷം ധരിക്കുന്നത് എന്ന് നോക്കുമ്പോ നമുക്ക് കാണാൻ സാധിക്കും വളരെ മോശകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് പെൺകുട്ടികൾ കടന്നു പോകുന്നത്. അവരുടെ വേഷവിധാനം അത്ഭുതപ്പെടുത്തി കളയുന്നു. വല്ല കല്യാണത്തിനോ അങ്ങനെയുള്ള എവിടെയെങ്കിലും പോകുമ്പോ മുസ്ലിം പെൺകുട്ടികൾ അവരുടെ പോലും ദൃശ്യമാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രം ധരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോ പെരുന്നാളാണ്, നോമ്പ് എടുത്തിട്ട് നമ്മളൊക്കെ മക്കളെയും കൂട്ടി പെരുന്നാളിന് പുതിയ ഡ്രസ്സ് ഇടുന്നത് സുന്നത്താണ് എന്ന പേരും പറഞ്ഞിട്ട് നമ്മളൊക്കെ വസ്ത്രം വാങ്ങിക്കൂട്ടിയപ്പോ ഈ വിശുദ്ധ റമളാനിന്റെ നോമ്പെടുത്തോണ്ട് കുട്ടികൾക്ക് അങ്ങനത്തെ വസ്ത്രം തന്നെയാണോ നമ്മളൊക്കെ വാങ്ങിക്കൊടുത്തത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കള് അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് അവരിന്ന് എവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് നമ്മൾ അറിയുന്നൊരു കാര്യം തന്നെയാണ്. അവരോട് നന്മയും തിന്മയും വിവേചിച്ച് പഠിപ്പിച്ചു കൊടുക്കാതെ ആ മക്കളെ നമ്മൾ വളർത്തിയതിന്റെ പരിണിത ഫലം ഇന്ന് സമൂഹം ഒന്നടങ്കം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. ആരൊക്കെ എന്തൊക്കെ രൂപത്തിൽ ഇതിനെ വിമർശിച്ചാലും, ഏതൊക്കെ രൂപത്തിൽ ഇതൊരു പ്രാകൃതമാണ് എന്ന് മുദ്ര കുത്തപ്പെട്ടാലും നമ്മള് അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വേഷമണിയേണ്ടതുണ്ട്. ഇത് നമുക്ക് സംരക്ഷണം നൽകുന്ന വേഷമാണ്. എന്നാണ് അള്ളാഹു പറഞ്ഞത്.
ഇത് നമ്മൾ തിരിച്ചറിയപ്പെടാനും നമ്മൾ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റാർക്കെങ്കിലും വേണ്ടി നമ്മൾ അണിയുന്ന വസ്ത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നമ്മൾ അണിയേണ്ട വസ്ത്രമാണ്. സമൂഹത്തിന്റെ നടുമധ്യത്തിലൂടെ ഇറങ്ങിപ്പോകുന്ന നമ്മുടെ കുട്ടികള് തോന്നിയതുപോലെ വസ്ത്രം ധരിച്ച് കടന്നുപോയിട്ട് അവര് ഏതെങ്കിലും രൂപത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടാൽ നമുക്കെങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും? അവർ ചൂഷണം ചെയ്യപ്പെടുന്നതിൽ യാതൊരു തരത്തിലുള്ള മനസ്താപവും ഇല്ലാത്തവരാണോ നമ്മൾ? ആദ്യമായി നമ്മളിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കുവാനുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ്. അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഒരു പെണ്ണ് എങ്ങനെ വേഷം ധരിക്കണമെന്ന്. ആ കൽപ്പനയെ നമ്മൾ മുറുകെ പിടിക്കണം. ആ അനുസരണം അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അവിടെയാണ് നമ്മളില് ആ വ്യക്തിവിശുദ്ധി സാധ്യമാകുന്നത്. അള്ളാഹുവിനെ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. എൻ്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല എങ്കിലും, എനിക്കതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും എൻ്റെ റബ്ബിനെ ഞാൻ അനുസരിക്കുകയാണ്. കാരണം എൻ്റെ റബ്ബിനെ അനുസരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അത് ഭൂമിയിൽ എന്തെങ്കിലും ലാഭം ലഭിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പരലോകത്തേക്ക് കടന്നു പോകാനുണ്ട്. അള്ളാഹുവിനെ ധിക്കരിച്ച് കടന്നുപോയവർക്ക് പരലോകത്ത് വമ്പിച്ച ശിക്ഷയുണ്ട്. അള്ളാഹുവിനും അന്ത്യദിനത്തിലും നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട് എങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുവാൻ നമ്മൾ നിർബന്ധിതരാകേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിന്റെ ആ ഒരു താല്പര്യങ്ങളെ മറികടന്ന് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യക്തിവിശുദ്ധി സാധ്യമാകാൻ ആത്യന്തികമായി നമ്മളിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കുവാനുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എവിടെയൊക്കെ എതിർത്താലും എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയ്ക്കെതിരിൽ ഞാൻ ജീവിക്കുകയില്ല എന്ന തീരുമാനം എടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മളിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല മനുഷ്യനായി തീരാൻ ഒരൊറ്റ തീരുമാനം മതിയാകും. നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് വളരെ നല്ല ഘടനയോട് കൂടിയിട്ടാണ്. പിന്നീട് നമ്മൾ ഏറ്റവും മോശക്കാരായ മനുഷ്യരായിട്ട് മാറി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളെക്കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായം പറയുന്നവരാണോ നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും? നമ്മളൊരു നല്ല മനുഷ്യനാണ് എന്ന് നമുക്ക് സ്വയം തന്നെ ഒരു ഉറപ്പുണ്ടോ? ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയോട് കൂടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ടോ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. പിന്നീട് അവനെ നാം അധമന്മാരിൽ ഏറ്റവും അധമനാക്കി മാറ്റി. ഏറ്റവും മോശപ്പെട്ട ഒരു ജീവിയായിട്ട് പിന്നീട് മനുഷ്യൻ മാറി. അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ അപ്രകാരത്തിലല്ലേ? മാതാപിതാക്കളെ കൊല ചെയ്യുന്നു, സഹോദരങ്ങളെ കൊല ചെയ്യുന്നു, ലഹരിക്കടിമപ്പെട്ടു പോകുന്നു, പ്രണയിച്ച് വിവാഹം കഴിച്ച് ജീവിതം തുടങ്ങി വെച്ചവർ ഭർത്താവ് ഭാര്യയെ വധിച്ചു കളയുന്നു. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ചിലർ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഇവരൊക്കെ മദ്രസയിൽ പഠിച്ചവരല്ലേ എന്ന്. എന്താണ് സംഭവിച്ചത്? വെറും പഠനം കൊണ്ട് ഒരു മനുഷ്യനിലും മാറ്റം സാധ്യമാകുകയില്ല. മറിച്ച് അത് ഹൃദയത്തിൽ സ്വീകരിക്കുകയും അതിലൂടെ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തവർക്ക് മാത്രമേ മാറ്റം സാധ്യമാകുകയുള്ളൂ. ഇപ്പോ ഒരു ഭർത്താവിനാൽ കൊല്ലപ്പെട്ട ഭാര്യ, അവരുടെ കഥ കേൾക്കുന്നത് എന്താണ്? മാതാപിതാക്കളെ ധിക്കരിച്ച് പ്രണയിച്ച യുവാവിനെ വിവാഹം ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച് വീട്ടുകാരെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ച ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു അവര്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയുന്നുണ്ട്, പെട്ടെന്ന് ഉണ്ടാകുന്ന അറേഞ്ച്ഡ് മാരേജിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ, പെട്ടെന്ന് പരിചയപ്പെടുന്ന ഒരാളെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? 2-3 വർഷമൊക്കെ അവരുമായിട്ട് പ്രണയിച്ച് നടന്ന ശേഷം കല്യാണം കഴിക്കണം, എങ്കിലേ ആ ഒരു വിവാഹ ജീവിതം വിജയിക്കുള്ളൂ എന്നുള്ള പുതിയ കാഴ്ചപ്പാടുകളൊക്കെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ഈ പറയപ്പെട്ടതുപോലെ നമ്മുടെ വീടുകളിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരം മാറ്റം സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്.
അവരെ കുഞ്ഞുനാളിൽ നമ്മൾ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലുപരിയായിക്കൊണ്ട് അവർക്ക് ദീനീ ചിട്ടകൾ നമ്മൾ പകർന്നു നൽകിയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ ഇത്തരം ഒരു തലങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് ചോദിക്കുമ്പോ അതിന്റെ മറുപടി എന്താണെന്നറിയോ? അവർ പുറം ലോകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളത് മാത്രമാണ് എന്നുള്ളതാണ്. എന്നൊരു കുറ്റം മദ്രസക്കാണ്. ജീവിതം ആസ്വദിക്കാനുള്ളത് മാത്രമാണ്, അതിലുപരി ജീവിതത്തിന് വേറെ ഒരു ലക്ഷ്യവുമില്ല. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് പറയുന്നത് വെറും അന്ധവിശ്വാസമാണ് എന്ന് നിരീശ്വരവാദികളും യുക്തിവാദ പ്രസ്ഥാനക്കാരും ഇവിടെ നിരന്തരം കോലാഹലം കൂട്ടി ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. മാതാപിതാക്കൾക്ക് അതിൽ പങ്കുകൊടുക്കരുത്. അതേപോലെ തന്നെ മതത്തിന് അതിൽ പങ്കുകൊടുക്കരുത്. മൈ ബോഡി മൈ ചോയ്സ് എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം. ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്തായി ജീവിക്കണം, ഞാൻ ആരെ സ്നേഹിക്കണം, ഞാൻ ആരെ കണ്ടെത്തണം, എനിക്ക് വിവാഹം കഴിക്കണോ വേണ്ടേ, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ മതിയോ വേണ്ടേ, അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യരെ, നിങ്ങൾ തോന്നിയതുപോലെ ജീവിക്കൂ എന്ന് പറഞ്ഞ് അവരുടെ ഹൃദയത്തില് ഇത്തരം വേണ്ടാത്ത ചിന്തകൾ കുത്തിവെച്ച് ഇത്തരം ആളുകൾ നമ്മുടെ മക്കളെ വഴിപിഴപ്പിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തില് ലഹരിയുടെ വ്യാപനവും നമ്മുടെ സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ കുട്ടികൾക്കിടയിൽ റോന്തു ചുറ്റി ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് നമ്മുടെ ഓരോ കലാലയങ്ങളുടെ ചുറ്റിലും. അതിന്റെ പിന്നിൽ ലക്ഷ്യം എന്താണെന്നറിയോ? ഈ സമൂഹത്തിനെ വേരോടെ നശിപ്പിക്കണം. ഇതിലെ പുതിയ തലമുറയെ നശിപ്പിച്ചു കളഞ്ഞാൽ ഈ സമൂഹം തന്നെ ഇവിടെ നശിക്കും, ഈ മതം തന്നെ നാമാവശേഷമാകുമെന്ന വ്യാമോഹമാണ് അവർക്ക്. അപ്പൊ നമ്മൾ അറിയേണ്ട എന്താ അറിയോ? ഈ സമൂഹം ഇവിടെ നശിച്ചാലും ഈ മതം ഇവിടെ നാമാവശേഷമാകുകയില്ല. ഇത് അള്ളാഹു ഏറ്റെടുത്തതാണ്. ആർക്കും ഇതിനെ തകർക്കാൻ കഴിയില്ല. ഒരു വിഭാഗം നശിച്ചാൽ മറ്റൊരു വിഭാഗത്തിന് അള്ളാഹു കൊണ്ടുവരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തതാ. അള്ളാഹു നാമാണ് ഇതിനെ ഇറക്കിയത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഈ ഒരു തത്വസംഹിത ഒരിക്കലും ഒരാൾക്കും നശിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനെ ഓർത്ത് നമ്മളാരും ഭയപ്പെടേണ്ട. ഇനി എന്താപ്പോ ചെയ്യാ, മുസ്ലിങ്ങളാകെ വളരെ മോശക്കാരായി, ഇസ്ലാം തകർന്നുപോയി എന്നൊന്നും ഓർത്ത് നമ്മളൊരാളും ഭയപ്പെടണ്ട. അത് അള്ളാഹു സംരക്ഷിക്കും. നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ കുട്ടികളുടെ നാശമാണ്, നമ്മുടെ മക്കളുടെ നാശമാണ്. അവരെ നശിപ്പിക്കുവാൻ ഈ പറയുന്ന രൂപത്തിലുള്ള നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാർ റോന്തു ചുറ്റി വേണ്ടാത്ത സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെയും അവരുടെ മൊബൈൽ ഫോണുകളിലേക്കും അടിച്ചു കയറ്റി വിടുന്നത് നിമിത്തം നാം ചെറുപ്പത്തിൽ പകർന്നു നൽകിയ എല്ലാ വിജ്ഞാനങ്ങളെയും മറികടന്ന് അവർ താൻ തോന്നികളായി പോയത് നമ്മൾ അറിയാതെ പോകരുത്. അതുകൊണ്ട് നിരന്തരം അവരിലുള്ള ഇടപെടലുകള് മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. തെറ്റും ശരിയും അവർക്ക് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. നന്മയേത് തിന്മയേത് എന്നവർക്ക് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എങ്ങനെയാണ് പുതിയ സമൂഹത്തെ സംസ്കരിക്കുക, എന്ത് പറഞ്ഞാലാണ് അവരനുസരിക്കുക എന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. പലരും പറയാറുണ്ട്, കുട്ടികൾ വളരെ പിടുത്തം വിട്ടുപോയി, പറഞ്ഞാൽ കേൾക്കണ ഒരു പരുവത്തിലല്ല ഇപ്പൊ കുട്ടികളുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതൊക്കെ രൂപത്തിലുള്ള കുട്ടികളായാലും എത്ര മോശകരമായ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എങ്കിലും ഏതൊരു സമൂഹത്തിലും മാറ്റമുണ്ടാക്കാൻ സാധ്യമാകുന്നത് അവരുടെ ആത്മീയതയെ തൊട്ടുണർത്തുമ്പോഴാണ്. ഏകദൈവ വിശ്വാസവും പരലോക വിശ്വാസവും അവർക്ക് പകർന്നു നൽകുമ്പോഴാണ്, മരണബോധം അവർക്ക് പകർന്നു നൽകുമ്പോഴാണ്, മരണാനന്തര ജീവിതം യുക്തിഭദ്രമായിട്ട് അവരുടെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് എനിക്കൊന്ന് മാറണം എന്നൊരു തീരുമാനം ഉള്ളിലുണ്ടാവുക. യാതൊരു സംശയവും വേണ്ട. അതിലൂടെ മാറ്റം സാധ്യമാകാത്തൊരു സമൂഹവുമില്ല. അത് അല്ലാഹു ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ആന്തരികമായി ഓരോ ഹൃദയത്തിലും നിക്ഷേപിച്ചിട്ടുണ്ട് ദൈവിക വിശ്വാസം എന്നുള്ളത്. അത് ഒരാൾക്കും അതിനെ പിഴുതെറിയാൻ കഴിയില്ല. ഏതൊരു നിരീശ്വരവാദിക്കും അതിനെ പിഴുതെറിയാൻ സാധ്യമല്ല. ഓരോ മനുഷ്യന്റെ മനസ്സിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ട്.
അതുകൊണ്ട് അത് അള്ളാഹു വളരെ കൃത്യമായിട്ട് നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ട ആ ദൈവിക ബോധത്തെ തൊട്ടുണർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ മക്കളില് ദൈവിക ബോധവും പരലോക ബോധവും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരില് സംസ്കരണം സാധ്യമാകും. അവരെ ഏറ്റവും നല്ല മക്കളാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാകും. അതിൻ്റെ കൂട്ടത്തില് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് നമ്മുടെ വിഷയം അതാണ്, നമ്മൾ വ്യക്തിശുദ്ധി സാധ്യമായവരാകണം. വ്യക്തിശുദ്ധി സാധ്യമായവരാകണം. നമ്മളൊരു നല്ല മനുഷ്യനാണ് എന്ന് ജീവിക്കുന്ന ഒരു മാതൃകയായിട്ട് മാറണം. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ മക്കൾ നോക്കിക്കാണണം ജീവിതത്തിന്റെ ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ളത്. ഇഹലോക ജീവിതത്തിന്റെ ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൂടെ അവർക്ക് നോക്കിക്കാണാൻ സാധിക്കണം. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകൾ വെടിയുകയും നന്മയെ പുണരുകയും ചെയ്യുന്ന ഒരു ഉമ്മയാണ് എൻ്റെ ഉമ്മയെന്ന് മക്കൾക്ക് നമ്മളിലൂടെ ബോധ്യപ്പെടാൻ സാധിക്കണം. ജീവിച്ചു കാണിച്ചു കൊടുക്കണം മുൻപില്. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ടും നമ്മുടെ സ്വഭാവങ്ങൾ കൊണ്ടും നമ്മുടെ കാരുണ്യം കൊണ്ടും നമുക്ക് മനുഷ്യരോടുള്ള ഇടപെടലുകൾ കൊണ്ടും എല്ലാം കൊണ്ടും അള്ളാഹുവിന്റെ പ്രീതിയെ ആഗ്രഹിക്കുകയും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മനുഷ്യൻ, ഏറ്റവും നല്ല ഒരു മുസൽമാനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ബോധ്യപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിലുള്ള പോരായ്മകളെ ഈ റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഇന്നത്തെ ദിവസം ഞാൻ തിരുത്തി മുന്നേറുമെന്ന ഒരു തീരുമാനം, ഒരു പ്രതിജ്ഞ, അത് നമ്മുടെ ഇടനെഞ്ചിൽ പാകപ്പെടട്ടെ. ഇപ്പോ ഈ നിമിഷം എന്നിലുള്ള ചില പോരായ്മകളുണ്ട്, അത് ഞാൻ തീർച്ചയായും മറികടക്കുക തന്നെ ചെയ്യും. എൻ്റെ ചില സ്വഭാവ ദൂഷ്യങ്ങള്, എൻ്റെ ചില പെരുമാറ്റ ദൂഷ്യങ്ങള്, അതിനെ ഞാൻ ഇന്ന് തിരുത്തും. അപ്പോഴാണ് വ്യക്തിശുദ്ധി നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുകയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയൊക്കെ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ ജീവിതത്തിലും നമുക്കെന്തുണ്ട്? പലരും എന്താണ് കുടുംബത്തിലൊക്കെ തെറ്റുകുറ്റങ്ങളും അതേപോലെ തന്നെ പലരുമായിട്ട് വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ചു പുലർത്തുന്ന മനുഷ്യരാണ്. നമ്മൾ അതൊക്കെ ഒന്ന് മായ്ച്ചു കളയണം. ആരോടെങ്കിലുമൊക്കെ വെറുപ്പോ വിദ്വേഷമോ ഉണ്ട് എങ്കിൽ അത് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. എല്ലാവർക്കും പുറത്തു കൊടുക്കാനുള്ളൊരു മനസ്സ് വേണം. അള്ളാഹുവിന്റെ ചോദ്യമില്ലേ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അതേ മനസ്സോടെ നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിലും അത്തരം ചില ദുഷ്പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിനെ ഇന്ന് നമ്മൾ തിരുത്താൻ തയ്യാറാകണം. കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. കുട്ടികൾക്കിടയിലൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതാണ്. നോക്കൂ, നിങ്ങൾ വെഞ്ഞാറമൂടിൽ കൊലപാതകം നടന്നു, നമ്മളൊക്കെ അതിൽ നെട്ടി നിൽക്കുകയാണ്, വളരെ മനപ്രയാസം അനുഭവിക്കുന്നുണ്ട്, വളരെ ദുരൂഹത നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ കുട്ടി സ്വന്തം അനിയനും ഉമ്മയും അടക്കമുള്ളവരെ, പ്രണയിച്ച പെൺകുട്ടി അടക്കമുള്ളവരെ ചുറ്റിക കൊണ്ട് തലക്കടിക്കുമ്പോ അവന്റെ മനസ്സിലൊരു ഭയപ്പാടുണ്ടായില്ലേ, ഒരു വിറയലുണ്ടായില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അവൻ ലഹരിക്കടിമപ്പെട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാകുക എന്ന് നമ്മൾ ധരിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിന്റെ റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു ലഹരി പോലും ഉപയോഗിക്കാതെ ആ കുട്ടിക്ക് എങ്ങനെ അത് സാധ്യമായി? അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത്. ഒന്ന്, അവന്റെ മാതാവ്, ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാവ്, എന്താണ് അവർക്കിടയിൽ സംഭവിച്ചു പോയത്? ഒരുപക്ഷെ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം. അതുകൊണ്ട് മനസ്സ് മടുത്തു പോയിട്ടുണ്ടായിരിക്കാം ആ കുട്ടിക്ക്. സ്വന്തം ഉമ്മയെ വധിച്ചു എന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്ന് തിരിച്ചു പോയിട്ട് ഉപ്പയുടെ ഉമ്മന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്ന ഒരു വർത്തമാനം ഒരിക്കല് പിന്നെ കേൾക്കുകയുണ്ടായി. എന്താണ്? അവൻ ഉപ്പയുടെ ഉമ്മയോട് പറഞ്ഞു അത്രേ, എന്റെ ഉമ്മ പോയടി. അതിന് കാരണം പറയുന്നത് അവന്റെ ഉമ്മയെ എപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്ന, അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവന്റെ വലിയ ഉമ്മ എന്നുള്ളതാണ്. കുടുംബത്തിന്റെ ഉള്ളിലെ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എത്രത്തോളം മനുഷ്യരെ
പ്രയാസപ്പെടുത്തുന്നു, കടുത്ത ഹൃദയത്തിന്റെ ഉടമകളാക്കി മാറ്റുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സ്വന്തം മകന്റെ ഭാര്യയും മക്കളും ധൂർത്തും ആർഭാടവുമായി ജീവിക്കുന്നത് ഒരു പക്ഷേ ആ മാതാവിന് ഇഷ്ടപ്പെട്ട് കാണില്ല. അതിനെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും, അവരോട് വളരെ മോശപ്പെട്ട രൂപത്തിൽ പെരുമാറുന്നുണ്ടാകും, മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ടാകും. അത് ഈ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവന്റെ ഉമ്മയും അതിൽ പങ്കാളിയായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സ്വരച്ചേർച്ചയില്ലാത്ത അവസ്ഥകളെ പറഞ്ഞ് പെരുകി അങ്ങനെ സാഹചര്യത്തെ വളരെയധികം മോശകരമാക്കിയെടുക്കുന്നതിൽ അവരുടെ ആ കുടുംബത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഊതിപ്പെരുപ്പിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സ്വസ്ഥതകളും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അവസ്ഥ നമ്മളിലുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാ. വളരെ സിമ്പിളായിരിക്കും വീട്ടിനുള്ളിലെ പ്രശ്നം, പക്ഷെ അത് പറഞ്ഞ് പെരുപ്പിച്ച് അത് വലിയ വിഷയമാക്കി കളഞ്ഞ് ഒരു നേരത്തും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ നമുക്കുണ്ട് എങ്കിൽ അത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം മാത്രമായി ഒതുങ്ങുകയില്ല, നമ്മുടെ മക്കളിലേക്ക് പോലും അത് പടർന്നു കയറും. അവരുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും. കുടുംബത്തിന്റെ ഉള്ളിൽ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ലാതെ വരും. അവർ വേറെ ഏതെങ്കിലും ആസ്വാദന മേഖലകൾ തേടിപ്പോകും. ഉമ്മയും ബാപ്പയും തമ്മിൽ വഴക്കടിക്കുന്ന വീട്ടിലെ കുട്ടികള് വീട്ടിലിരിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. ഒരിക്കല് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് അവൾക്കൊരു പ്രണയമുണ്ടായിരുന്നു എന്നും, എന്നിട്ട് ആ പ്രണയത്തിന്റെ അവസാനം അവര് തമ്മിൽ ഫോട്ടോകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ്. നമ്മളറിയണം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കൗമാരക്കാർക്കിടയിൽ നടക്കുന്നുണ്ട്. ഏത് രൂപത്തിലും എന്തും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക കാലമാണല്ലോ ഫോണിലൂടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിലേക്കൊക്കെ മുഴുകിപ്പോയ കുട്ടികൾക്ക് ഒരു തിരിഞ്ഞു നടത്താൻ സാധ്യമാകൂല. അതൊന്നും തെറ്റല്ല എന്ന് വിചാരിച്ച് അവർ ജീവിച്ചു കൊണ്ടിരിക്കും. സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയുമായിട്ട് അവൾ പ്രണയത്തിലാകുകയും ഏതോ ഒരു ദുർബല നിമിഷത്തില് അവരുടെ വസ്ത്രമില്ലാത്ത ഫോട്ടോകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് ഇപ്പോ അവർ തമ്മിൽ പിണങ്ങിയിരിക്കുന്നു. ആ സമയത്ത് ആ കുട്ടിക്ക് പേടിയാണ്, അവളുടെ ഫോട്ടോ അവൻ ദുർവിനിയോഗം ചെയ്യുമോ എന്ന്. അവൾ എന്നോട് ആ വിഷയം അവതരിപ്പിച്ചപ്പോ ഞാൻ അവളോട് പറഞ്ഞു, മോളെ, ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് മാതാപിതാക്കളാണ്. എന്തായാലും സംഭവിച്ചുപോയി. ഇനി അത് പ്രയാസമില്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ടതും അവനോട് പോയി സംസാരിക്കേണ്ടതും ഒക്കെ മാതാപിതാക്കളാണ്. ഇതൊന്നും വേറെ ആരോടെങ്കിലും പങ്കുവെക്കേണ്ട വിഷയമല്ല. സ്വകാര്യമായിട്ട് ഉമ്മയോടും ഉപ്പയോടും ഒക്കെ പറയണം. അവരിതിന് പരിഹാരം ഉണ്ടാക്കി തരും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ സമയത്ത് ആ കുട്ടി പറയാണ്, എന്റെ ഉമ്മ ഒരു നല്ല ഉമ്മയായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു പ്രണയത്തിൽ തന്നെ പെട്ടുപോകുമായിരുന്നില്ല. അങ്ങനെയുള്ള ഉമ്മയോട് ഞാൻ ഇത് എങ്ങനെയാണ് ചെന്ന് പറയുക എന്നാണ്. ഞാൻ ചോദിച്ചു, മോളെ, എന്താണ് ഉമ്മാക്ക് കുഴപ്പം? ആ കുട്ടി പറയുന്നത്, ഉമ്മ നാവെടുത്താൽ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം മാത്രമാണ് ഉമ്മാക്കുള്ളത്. ഞാനിട്ട വസ്ത്രത്തിന് ഉമ്മ കുറ്റം പറയും, ഞാൻ നേരത്തെ ഒന്ന് ഉറങ്ങിയാൽ അതിന് ഉമ്മ കുറ്റം പറയും, നേരത്തെ എണീറ്റിട്ടില്ലെങ്കിൽ ഉമ്മ കുറ്റം പറയും. എല്ലാത്തിനും കുറ്റപ്പെടുത്തി എനിക്ക് ഉമ്മന്റെ അടുത്ത് നിൽക്കുന്നതേ ഇഷ്ടമില്ല. നോക്കൂ നിങ്ങൾ, ആ ഉമ്മ നല്ലതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. കുട്ടി നല്ല രൂപത്തിൽ വേഷമണിയണമെന്ന്, കുട്ടി നേരത്തെ കിടന്നുറങ്ങണമെന്ന്, കുട്ടി നേരത്തെ എഴുന്നേൽക്കണമെന്ന്, അവൾ നല്ല രൂപത്തിൽ ജീവിച്ച് നമസ്കരിച്ചൊക്കെ ജീവിക്കണമെന്നായിരിക്കണം ആ ഉമ്മ ആഗ്രഹിച്ചത്. പക്ഷെ ആ കുട്ടിക്ക് ആ ഉമ്മയെ ഇഷ്ടപ്പെടുന്നില്ല. അത് പറയുന്ന ആ ഒരു ഉമ്മയുടെ സംസാര ശൈലിയാണ്, അല്ലെങ്കിൽ ഉമ്മയുടെ ആ ഒരു സമീപന രീതിയാണ് ആ കുട്ടിയെ അത്രത്തോളം വെറുപ്പുള്ള ഒരു കുട്ടിയാക്കി മാറ്റിയത്. അവൾ ഒരു നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവള് ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹത്തെ കൊതിക്കുന്നുണ്ട്. അത് ഉമ്മന്റെ അടുത്ത് നിന്ന് കിട്ടുന്നില്ല. ഒരു പുതിയ കാലാണല്ലോ പടച്ചോനെ. ഈ കുട്ടി ഈ വേഷത്ത് പോയിട്ട് എന്തിനാണാവോ എന്ന ആശങ്ക ഉള്ളിലുണ്ടായാൽ നമ്മൾ ഇങ്ങനെ പരാതി പറയാണ് കുട്ടികളോട്. നീ അങ്ങനെ പോയിക്കോ, ഇങ്ങനെ പോയിക്കോ, പറഞ്ഞാൽ കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ഇങ്ങനെ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുത്തി സംസാരിക്കുകയാണ്. അതിനിടയിൽ അവൾ ആഗ്രഹിച്ച ആ സ്നേഹത്തിന്റെ വാക്ക്, ആ ചേർത്ത് പിടിക്കൽ അവൾക്ക് ലഭിക്കപ്പെടാതെ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനുമായിട്ടുള്ള പ്രണയത്തിൽ പെട്ടുപോയത് എന്ന് അവളിപ്പോ പറയുന്നുണ്ട്. അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും അതിൽ വസ്തുതയുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മുടെ സ്നേഹത്തിന്റെ ചേർത്ത് പിടിക്കലുകൾ അവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരത് കിട്ടുന്ന മേഖലകൾ തേടിപ്പോകും.
വിവാഹവും വിവാഹ ജീവിതമൊന്നും അത്ര അനിവാര്യമായ ഒരു കാര്യമല്ല എന്നാണ് പുതിയ തലമുറ വിചാരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന മെസ്സേജ് നേരത്തെ പറഞ്ഞതുപോലെ സ്വതന്ത്രവാദികളും യുക്തിവാദികളും നൽകുന്ന മെസ്സേജ് അതാണ്, വിവാഹം അടിമത്തമാണ് എന്ന്. അതുകൊണ്ട് വിവാഹത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ. പക്ഷേ ഈ പറയുന്ന പെൺകുട്ടികളോടൊക്കെ ഒന്ന് അന്വേഷിക്കുമ്പോൾ അവർക്ക് ചാറ്റ് ചെയ്യാനും അവർക്ക് സംസാരിക്കാനും അവർക്കൊക്കെ ഓരോരുത്തർക്കും കാമുകന്മാരുണ്ട്. വിവാഹം വേണ്ടെന്ന് പറഞ്ഞാലും അവർക്കെല്ലാവർക്കും അവരുടെ ഫീലിങ്ങുകൾ പങ്കുവെക്കുവാൻ കാമുകന്മാരുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതൊന്നും വെറുതെ പറയുന്ന വർത്തമാനങ്ങളല്ല. എന്നിട്ട് അവസാനം ഈ രൂപത്തില് ഫോട്ടോകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നും അല്ലെങ്കിൽ അതിൻ്റെക്കാളും വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോയി എന്നും ഇനി എന്താണ് അതിൽ നിന്നും ഒരു രക്ഷപ്പെടാനൊരു മാർഗമുള്ളത് എന്നും ചോദിച്ച് നമ്മളെയൊക്കെ സമീപിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഈ രൂപത്തിൽ കുട്ടികൾ ഉമ്മയുടെ സംസാരം, ഉമ്മയുടെ പെരുമാറ്റം കൊണ്ട് ഞാൻ ഇങ്ങനെ എത്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയൊരു പാഠം എന്താണെന്നറിയോ? കുട്ടികളോടൊന്നും നല്ല സ്നേഹത്തോടെ നമുക്ക് പെരുമാറാൻ സാധിക്കാത്തത് നമ്മുടെ വീട്ടിലെ സാഹചര്യം നല്ലതല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ മനസ്സെപ്പോഴും കലങ്കുശമാണ്, ഒരു സ്വസ്ഥത അറിയുന്നില്ല. എങ്ങനെയാണ് അള്ളാഹുൽ പരമേൽപ്പിച്ച് അള്ളാഹുൽ വിശ്വസിച്ച് അള്ളാന്റെ മുന്നിൽ നിസ്കരിച്ച് നടക്കുന്ന മനുഷ്യർക്ക് സ്വസ്ഥതയില്ലാതായി പോകുന്നത്? ഇവിടെ ഇരുന്നിട്ട് ഞാനും നിങ്ങളും ചിന്തിക്കണം, നമുക്ക് സ്വസ്ഥതയുണ്ടോ? പൂർണ്ണമായൊരു സ്വസ്ഥത നമുക്ക് കിട്ടുന്നുണ്ടോ? ഏത് കാര്യത്തിലാണ് നമുക്ക് സമാധാനമുള്ളത്? എപ്പോഴും മനസ്സിലെ ആശയക്കുഴപ്പങ്ങളാണ്. വെറുതെ ഇരുന്ന് അടുക്കളയിലെ പാത്രം കഴുകുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും കണ്ണ് നിറഞ്ഞൊഴുകുന്ന സഹോദരിമാരുണ്ട്. എന്തിനാണെന്നറിയോ? ഭർത്താവിന്റെ ഒരു സ്നേഹം കിട്ടുന്നില്ല, മക്കളുടെ ഒരു പരിഗണന കിട്ടുന്നില്ല, ഒറ്റപ്പെട്ടു പോയി എന്ന വേദന മനസ്സിൽ കിടന്ന് തിങ്ങുകയാണ്. അതുകൊണ്ട് അങ്ങനെ തിങ്ങിമറിയുന്ന ഒരു മനസ്സിൽ നിന്നും എങ്ങനെയാണ് സ്വന്തം മക്കളോട് സ്നേഹത്തിന്റെ സമീപനവും സംസാരവും ഉണ്ടാവുക? അപ്പോൾ അവിടെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമുക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. നമ്മൾ നന്നായാൽ, ഒരു മനുഷ്യൻ നന്നായാൽ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവർ നന്നാകും. അതാണായാലും പെണ്ണായാലും. ഞാൻ നന്നാവട്ടെ എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അതിനോടുകൂടി നന്നാവാൻ തുടങ്ങും. ആ ഒരു തീരുമാനമെടുക്കാത്തതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം. എനിക്ക് നന്നാവണം. നമ്മളെപ്പോഴും എന്താ ചിന്തിക്കാറോ? എനിക്ക് കിട്ടിയിട്ടില്ല, എന്നോട് നല്ല വാക്ക് പറഞ്ഞിട്ടില്ല, ഞാൻ പരിഗണിക്കപ്പെട്ടിട്ടില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഈ ചിന്ത നമ്മൾ മനസ്സൊന്ന് ഒഴിവാക്കണം. ഞാൻ മറ്റുള്ളവരോട് നല്ല വാക്ക് പറയട്ടെ, മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറട്ടെ, മറ്റുള്ളവർക്ക് ഞാൻ അവർ ഒറ്റപ്പെടാതെ ഞാൻ അവരുമായിട്ട് കൂട്ടുചേരട്ടെ. അതെന്റെ ഇണയാവട്ടെ, മക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ആരും അവരൊറ്റപ്പെട്ടു പോകാതെ അവർ സ്നേഹത്തിന്റെ ദാരിദ്ര്യമറിയാതെ ജീവിക്കട്ടെ. എന്റെ ഒരു നല്ല വാക്കുകൊണ്ട്, എന്റെ ഒരു നല്ല പെരുമാറ്റം കൊണ്ട് വീട്ടിലുള്ളവരൊക്കെ സ്വസ്ഥത അനുഭവിക്കട്ടെ എന്ന് സ്വയം വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഓരോ വീട്ടിലും നമുക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല. എനിക്കെന്ത് കിട്ടി എന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാൻ തയ്യാറാകണം. മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം. എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിലും എല്ലാവരോടും അങ്ങോട്ട് സ്നേഹമുള്ള മനസ്സിന്റെ ഉടമകളായിട്ട് നമുക്ക് മാറണം. മനുഷ്യരുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കാൻ സ്നേഹത്തിന് വലിയ സ്വാധീന ശക്തിയുണ്ട്. ഇന്ന് വിവാഹം വേണ്ടെന്നൊക്കെ പറയുന്ന കുട്ടികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതി എന്താണെന്നറിയോ? നിഷ്കളങ്കമായ ഇണയുടെ സ്നേഹമാണ്. പക്ഷേ നമുക്ക് ആർക്കാണ് എനിക്ക് അത്രത്തോളം ഇണയുടെ സ്നേഹം കിട്ടി എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുക? അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ ഇണക്ക് നമുക്ക് അങ്ങോട്ട് സ്നേഹം കൊടുക്കാൻ കഴിയുമോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്തു നോക്കുമ്പോണ്ടല്ലോ വീണ്ടും വീണ്ടും ഓർത്തിരുന്ന ഒരു ഓർമ്മ എന്താ? ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. കിട്ടിയ സ്നേഹത്തിന്റെ ആ ഒരു വിശാലത, അത് അനുഭവിച്ച അനുഭൂതി. എൻ്റെ ഖദീജ എന്ന് പറയുമ്പോൾ ആ കണ്ണ് നിറഞ്ഞു പോയത്, ആ മുഖത്തെപ്പോഴും സ്നേഹം നിറഞ്ഞൊഴുകിയത് ഖദീജ ബീവിയിൽ നിന്നും കിട്ടിയ സ്നേഹം കൊണ്ടായിരുന്നു. നമ്മളതുപോലെ സ്നേഹിക്കാൻ തയ്യാറാകണം. അപ്രകാരം തന്നെയാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ 18ാമത്തെ വയസ്സിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം സംഭവിച്ചിട്ടുണ്ട്. 18 വയസ്സ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് വളരെ ഹ്രസ്വമായ ഒരു കാലം, വളരെ കുറഞ്ഞ കാലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചത്. അതിന്റെ ശേഷം നീണ്ട 40 വർഷക്കാലം അവര് അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തുമായിട്ട് ജീവിച്ചു.
മുസ്ലിം ലോകത്തിന് ഏറ്റവും കൂടുതൽ ഹദീസ് വിജ്ഞാനം നൽകിയവരുടെ കൂട്ടത്തിൽ ഒരാള് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അങ്ങനെ ദീനീ വിജ്ഞാനം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഖുർആനും ഹദീസും എല്ലാം സ്വഹാബാക്കൾക്കും മറ്റും പഠിപ്പിച്ചു കൊടുത്തത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കല് സ്വഹാബത്ത് രണ്ടാളുകൾ കടന്നു ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്, എന്തായിരുന്നു പ്രവാചകന്റെ സ്വഭാവം എന്ന്. ആ ഒരു കുറഞ്ഞ കാലം ജീവിച്ച ഓർമ്മകൾ അപ്പോഴും മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്റെ പ്രവാചകന്റെ സ്വഭാവം വിശുദ്ധ ഖുർആനായിരുന്നു എന്ന്. ഒരുപാട് ഓർമ്മകൾ കടന്നു വന്നിട്ടുണ്ടാകും. എത്ര സ്നേഹത്തോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പെരുമാറിയിരുന്നത്. നമ്മുടെ ഇണകൾക്ക് നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം. ആ സ്നേഹം കിട്ടുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന വിശാലതയുണ്ടല്ലോ, ആ സ്നേഹം കിട്ടുമ്പോൾ ഒരു പെണ്ണിലുണ്ടാകുന്ന ഒരു വിശുദ്ധി ഉണ്ടല്ലോ, അതേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇണയുടെ കയ്യിൽ നിന്നും ലഭിക്കപ്പെടുന്ന ആ സ്നേഹത്തിന്റെ വിശാലത ഒരു പെണ്ണിന്റെ ജീവിതത്തെ വിശാലമാക്കും. ദുർബലമായ ശരീരത്തിന്റെയും ദുർബലമായ മനസ്സിന്റെയും ഉടമകൾ ആ സ്ത്രീകൾ എന്ന് പറയുന്നത്. ഓരോ മാസവും ഹോർമോൺ ചേഞ്ചിങ് ഉണ്ടാകുന്ന ഈ ശരീരം, അതിനനുസരിച്ച് പാകപ്പെടുന്ന മനസ്സും അതുപോലെ തന്നെയുള്ള ചിന്തകളും എല്ലാം നിറഞ്ഞു കവിഞ്ഞ ഈ പെണ്ണിന്റെ മനസ്സിലേക്ക് ചേർത്ത് പിടിക്കാൻ ഒരു ഇണ, നിനക്ക് ഞാനില്ലേ എന്ന് ചോദിക്കുവാൻ ഒരു ഇണ കൂടെ ഉണ്ടെങ്കിൽ ആ പെണ്ണിന്റെ ജീവിതം ഏറ്റവും മനോഹരമായിരിക്കും. അവൾ എല്ലാവരോടും നന്നായിട്ട് ഇടപെടുന്നവളായിരിക്കും. അവൾ ആരോടും കയർക്കാത്തവളായിരിക്കും. അവളുടെ സ്വത്വസിദ്ധമായ സ്ത്രീ സഹജമായ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ പറയുന്ന ഒരു തരത്തിലുള്ള ചാപ്പല്യങ്ങളും പ്രകടിപ്പിക്കാത്തവരായിരിക്കും. എന്ത് കിട്ടിയാൽ? തന്റെ ഇണയുടെ വിശാലമായ സ്നേഹം കിട്ടിയാൽ. അവളുടെ പോരായ്മകളെ കണ്ടറിഞ്ഞ് ഇണക്കവളോട് പെരുമാറാൻ സാധിക്കണം. അവളിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അറിയണം. ഓരോ മാസവും അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് ഇടപെടുന്ന ഒരു ഇണ വേണം. നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകളെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉള്ളില് ഉണ്ടാക്കിയിട്ടുള്ള വിശാലത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ വന്നിട്ട് ചോദിച്ചു അത്രേ, ആരെയാണ് പ്രവാചകരെ അങ്ങക്ക് ഏറ്റവും ഇഷ്ടം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് എൻ്റെ ആയിഷയെയാണ് ഇഷ്ടം. അങ്ങനെ സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് മുമ്പിൽ എടുത്തു പറയുന്ന ആ ഒരു സ്നേഹം ഭർത്താവിൽ നിന്നും ലഭിക്കപ്പെടണം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അതല്ല പ്രവാചകരെ, ആണുങ്ങളുടെ കൂട്ടത്തിൽ ആരെയാണ് ഇഷ്ടം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷയുടെ ഉപ്പ അബൂബക്കറിനെ. അപ്പോഴും ആയിഷ എന്ന നാമം വിടുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ എന്ന പേര് പോലും മുഴുവനാക്കി വിളിച്ചിരുന്നില്ലെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇഷ്ടത്തോടെ വിളിക്കണം. ആ വിളി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട് ഹൃദയത്തിൽ. ആയിഷ എന്ന് വിളിച്ചിരുന്നു എന്നാണ്. മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇണകളോട് ഒരിക്കലും കർക്കശമായിട്ട് പെരുമാറിയിട്ടില്ല. പുരുഷന്മാർ അറിയണം അത്. അടുക്കളയിലെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ള തമാശയും പറഞ്ഞ് അവരോടൊപ്പം കൂടും ഭക്ഷണം പാകം ചെയ്യാൻ. ബാങ്ക് വിളിക്കുമ്പോൾ അവിടുന്ന് പോകുമായിരുന്നു എന്നാണ്. വസ്ത്രം കീറിപ്പോയാൽ വളരെയധികം അധികാരത്തോടെ അത് തുന്നി വെക്കണമെന്ന് കൽപ്പിക്കാറില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൃത്യമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇരുന്ന് അത് തുന്നുമായിരുന്നു എന്ന. ചെരുപ്പ് കേടായിപ്പോയാൽ സ്വയം ഇരുന്നത് നന്നാക്കുമായിരുന്നു. കാർക്കശ്യത്തോടെ, ഞാനൊരു ഭർത്താവാണെന്നുള്ള പരമാധികാരത്തോടെ ഭാര്യയോട് ഇടപെടുന്ന ഒരു മനുഷ്യനായിരുന്നില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വരികയാണ്, വിശന്ന് വലഞ്ഞിട്ട്, വല്ലാത്ത വിശപ്പാ. ആയിഷ, വല്ലതും കഴിക്കാനുണ്ടോ? നോക്കുമ്പോ കല്ലെടുത്ത് മുട്ടിയാൽ പോലും പൊട്ടിപ്പോകാത്ത പരുവത്തിലുള്ള ഉറച്ച ഒരു റൊട്ടി കഷ്ണം ഇരിക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് എടുത്തു വെച്ച് കൊടുക്കുമ്പോ ആയിഷ ബീവിന്റെ ഉള്ളിലും വേദന ഉണ്ടാകും. ഇതെങ്ങനെ പ്രവാചകർ കഴിക്കും? അതിലേക്ക് ഒഴിച്ചു കൂട്ടാൻ ഒരു കറി ആ വീട്ടിലില്ല. പ്രയാസത്തോടെ, എന്റെ പ്രവാചകന് വിശക്കുന്നുണ്ടല്ലോ എന്ന മനപ്രയാസത്തോടെ വീട് മുഴുവനും മരിച്ചു വെറുക്കുമ്പോ കാണുന്നത് ഒരു ഇച്ചിരി സുർക്കയാണ്. ചരിത്രത്തിൽ നമ്മൾ കേട്ടതാ. എന്നിട്ട് ആ സുർക്ക എടുത്ത് വെച്ച് കൊടുക്കുമ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, എനിക്ക് വിശന്നപ്പോ നല്ലൊരു ഭക്ഷണം തരാൻ കഴിയാത്തതില് എന്റെ പ്രിയപ്പെട്ടവൾക്ക് മനസ്സിൽ പ്രയാസമുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുർക്കയും കൂട്ടി ആ റൊട്ടി കഴിക്കുമ്പോ പറയുന്ന വർത്തമാനം എന്താണെന്നറിയോ? സുർക്ക എത്ര നല്ല കൂട്ടാൻ, അതെന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവള് പ്രയാസപ്പെടരുത് എന്നൊരു മനോഭാവമാണ് അവിടെ.
അപ്രകാരം ഇടപെടാൻ സാധിക്കണം. പാത്രം എറിഞ്ഞുടച്ച സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു വാക്കുരിയാടിയിട്ടില്ല, നീ എന്തിനിത് ചെയ്തു എന്ന്. അവിടെയൊക്കെ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഇപ്പൊക്കെ നമ്മൾ എന്താ ചിന്തിക്കണ അറിയോ? പഠിച്ചോൻ എൻ്റെ ഭർത്താവൊക്കെ ഉണ്ടല്ലോ, വിശന്ന് വരണ നേരത്തെ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യന് വിശക്കുമ്പോ മൂപ്പര് വല്ലാത്തൊരാളായി മാറും. എന്തൊക്കെയാ തൊള്ളേന്ന് വരിക അല്ലേ? വായിൽ വന്നതൊക്കെ മനുഷ്യൻ വിളിച്ചു പറയും. ഞാനെങ്ങാനൊരു പ്ലേറ്റ് എറിഞ്ഞ് ഉടച്ചത് ഞാനെറ്റ് ആയി വെക്കണം. അപ്പൊ എന്തായിരിക്കും എൻ്റെ ഭർത്താവിന്റെ ഒരു സ്വഭാവം? ഇതൊക്കെ ഇപ്പൊ നമ്മളെ മനസ്സിലേക്ക് വന്നത്. അത് നമ്മൾ ചിന്തിക്കണ്ട. ഞാനതാ നേരത്തെ പറഞ്ഞത്. നമ്മളോട് ഇങ്ങോട്ട് ഈ രൂപത്തിൽ ഇടപെടുമ്പോ നമ്മൾ തിരിച്ച് അങ്ങോട്ട് എങ്ങനെ പെരുമാറി എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ തന്നെ വീടകം നന്നാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര ദേഷ്യത്തോടെ പെരുമാറിയാലും സ്നേഹത്തോടെ അങ്ങോട്ട് പെരുമാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത് ഇണയോടായാലും ആരോടായാലും. എത്ര പരസ്പരം ഇണകൾ പരസ്പരം ഇങ്ങനെയൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ ആ വീട് നന്നാകും. പുതിയ കാലത്ത് എങ്ങനെ മക്കളെ നന്നാക്കുമെന്ന് ഓർത്ത് ഒരു മനുഷ്യനും ആശങ്കപ്പെടണ്ട. പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം ആദരിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന ഒരു ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ട് എങ്കിൽ ആ ഉമ്മയും ഉപ്പയും പറയുന്ന വാക്കുകൾക്ക് വലിയ വാല്യൂ ഉണ്ടാവും. അവരോടൊപ്പം ഇരിക്കാൻ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവും. കളിച്ചിരി തമാശകൾ പറഞ്ഞവർ നമ്മളോട് കൂടെ കൂടും. അരുതെന്ന് പറഞ്ഞാൽ അതവർ അനുസരിക്കും. അരുതെന്ന് പറയുവാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളും നമ്മുടെ ഇണയും തമ്മിൽ അത്രയും നന്മ നിറഞ്ഞൊരു സ്നേഹം വേണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് എവിടെ നിന്നാണെന്നറിയോ? ഈ രൂപത്തില് സ്നേഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. സ്വസ്ഥതയില്ലാത്ത മനസ്സിൽ നിന്ന് നല്ല വാക്കുകളൊന്നും പുറത്തു വരികയില്ല. നല്ല രൂപത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും തന്നെ പുറത്തു വരികയില്ല. എപ്പോഴും നമ്മൾ കർക്കശമായിട്ട് ഇടപെടുന്നവരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരും ഒക്കെ ആയിട്ട് മാറും. അതുകൊണ്ട് സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾക്ക് സാധ്യമാകണമെങ്കിൽ മനസ്സിൽ സ്വസ്ഥത ആവശ്യമാണ്. മനസ്സിൽ സ്വസ്ഥത നിറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരോടുമുള്ള വെറുപ്പ് മായ്ച്ചു കളയൽ അനിവാര്യമാണ്. എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന സങ്കടങ്ങളൊക്കെ മായ്ച്ചു കളയണം. ഞാൻ നൽകും എന്റെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹവും തണലുമെന്ന് ഓരോരുത്തരും തീരുമാനിക്കാനായിട്ട് തയ്യാറാവണം. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ നമുക്കെല്ലാവർക്കും ഏറ്റവും അനിവാര്യമായും നമ്മളിലുണ്ടാകേണ്ടത് വ്യക്തിവിശുദ്ധിക്ക് നമ്മളിലുണ്ടാകേണ്ട അനിവാര്യമായ ഘടകമാണ് നമ്മുടെ നാവിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ഈമാൻ നേരെ നിൽക്കുകയില്ല അവന്റെ നാവ് നേരെ നിൽക്കുന്നത് വരെ. അവന്റെ നാവ് ഒരു മനുഷ്യന്റെ ഈമാൻ നേരെ നിൽക്കുകയില്ല അവന്റെ മനസ്സ് നേരെ നിൽക്കുന്നത് വരെ. അവന്റെ മനസ്സ് നേരെ നിൽക്കുകയില്ല അവന്റെ നാവ് നേരെ നിൽക്കുന്നത് വരെ. അതുകൊണ്ട് നാവ് കൊണ്ട് നല്ലത് പറയുന്ന മനുഷ്യർക്ക് മാത്രമേ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാവുള്ളൂ. നല്ല ചിന്തകളും നല്ല സ്വസ്ഥതയുമുള്ള മനസ്സിൽ മാത്രമേ ഈമാൻ നിലനിൽക്കുകയുള്ളൂ. ഭയപ്പെടേണ്ടതുണ്ട്. നമ്മൾ ഇങ്ങനെ തോന്നിയതും പറഞ്ഞ് എല്ലാവരെയും കുറ്റപ്പെടുത്തി അസൂയയോടെ പെരുമാറി ഏഷണിയും പരദൂഷണവും പറഞ്ഞ് അശ്ലീലം പറഞ്ഞ് തോന്നിയതുപോലെ നമ്മൾ നടക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ വികലമാകും. വികലമാക്കപ്പെട്ട ചിന്തകളുള്ള മനസ്സിൽ ഈമാൻ നേരെ നിൽക്കുകയില്ല. നമ്മൾ ഈമാൻ നഷ്ടപ്പെട്ടവരായിട്ട് മാറും എന്ന് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണല്ലോ നമ്മൾ ഈ വിശുദ്ധ റമളാനിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമൂലം വാരിക്കൂട്ടാൻ കഴിയുന്ന ഒരുപാട് പുണ്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പെടുത്താൽ, ഒന്നിട്ടോ ഒരു മാസം നോമ്പെടുത്താൽ എന്നല്ല, ഒരു നോമ്പെടുത്താൽ അവൻ 70 വർഷക്കാലം വഴി ദൂരത്തേക്ക് എന്താകും? നരകത്തിൽ നിന്നും അകറ്റപ്പെടുമെന്നാണ്. എന്നാൽ ഇതേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അത്രേ ചിലരുടെ നോമ്പിനെ കുറിച്ച്, അവരുടെ നോമ്പ് എനിക്ക് വേണ്ട. എന്താ പറഞ്ഞു? അവരുടെ നോമ്പ് എനിക്ക് ആവശ്യമില്ല അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക. ആരുടെ? അള്ളാഹുവിന് അവരുടെ നോമ്പ് വേണ്ട എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആരുടെ നോമ്പാണത്? ഖൗലു സൂർ, ഒഴിവാക്കാത്തവരുടെ നോമ്പ്. കളവും അതിനോടനുബന്ധമായ പ്രവർത്തനങ്ങളും ഒഴിവാക്കാത്തവരുടെ നോമ്പ് അള്ളാഹുവിന് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നാവിന്റെ ഒരു പ്രാധാന്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ നാവിനെ നമ്മൾ അത്രത്തോളം കാത്തു സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നോമ്പ് പോലും അള്ളാഹുവിന് വേണ്ടെന്ന് മാത്രമല്ല
എല്ലാ സൽക്കർമ്മങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്ന് വിലയിരുത്തണം കേട്ടോ. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് എൻ്റെ സൽക്കർമ്മങ്ങളെ നഷ്ടപ്പെടുത്താൻ പാകത്തിലുള്ളതായിരുന്നോ ആണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ രാവ് തൊട്ട് അള്ളാഹുവിന്റെ മുൻപിൽ പാപമോചനം തേടണം. ഞാനൊരു നല്ല വർത്തമാനം പറയുന്ന മനുഷ്യനായി തീരുമെന്ന് ഒരു തീരുമാനം എടുക്കണം. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മതി, അതിനുള്ള സാഹചര്യമൊക്കെ അള്ളാഹു ഒരുക്കി തരും. അതുകൊണ്ട് അറിയുക, നമ്മുടെ കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ് നമ്മുടെ വർത്തമാനങ്ങൾ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ യാത്ര പോവാണ്, ഒട്ടകപ്പുറത്ത് അല്ലെങ്കിൽ വാഹനപ്പുറത്ത്. ആ സമയത്ത് അവരൊക്കെ എന്താണെന്നറിയോ, അവർക്കൊക്കെ സ്വർഗ്ഗമുണ്ട് എന്നുള്ള കാര്യത്തിൽ, നരകമുണ്ട് എന്നുള്ള കാര്യത്തിൽ, മരണാനന്തര ജീവിതം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ അത് കേട്ടിട്ട് അതങ്ങോട്ട് കേട്ട ഉടനെ വിട്ട് കളഞ്ഞു. അതുകൊണ്ട് അത് ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല. ഇവർക്കൊക്കെ അവിടെ സ്വർഗം കിട്ടുന്നത് വല്ലാത്ത മോഹമാണ് അവർക്ക്. അതുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്നും അകറ്റിക്കളയുന്നതുമായ കുറച്ച് അമലുകൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നോമ്പും നിസ്കാരവും നോമ്പും ദിക്റും സ്വലാത്തും ഹജ്ജും സകാത്തും എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ, ഖുർആൻ പാരായണം തുടങ്ങി എല്ലാ അമലുകളും പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പറയുന്ന ഇബാദത്തുകളെ മുഴുവനും സംരക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതുമായ ഒരു പ്രത്യേക കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, എന്താണെന്നറിയോ, ഇതൊക്കെ ചെയ്തതുകൊണ്ട് മാത്രം നമ്മളവിടെ അറിയണം, നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ ഓരോരുത്തരും ഒരുപാട് നോമ്പെടുത്താലും ഒരുപാട് നിസ്കരിച്ചാലും ഒരുപാട് ദിക്റ് ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലിയാലും ഖുർആൻ പാരായണം ചെയ്താലും ദാനധർമ്മം ചെയ്താലും അതുകൊണ്ടൊക്കെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നതും അതിനെയെല്ലാം സംരക്ഷിക്കുന്നതുമായ ഒരു പ്രത്യേക കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്നാ ചോദിക്കുന്നത്. അഥവാ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ഇബാദത്തൊക്കെ നിഷ്ഫലമായി പോകും. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് പുറത്തേക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, തഖുഫു അലൈക ഹാദാ, ഇതിനെ പിടിച്ചു വെക്കണം. അത് കേട്ടപ്പോ മുആദ് റളിയല്ലാഹു അൻഹുവിന് അത്ഭുതമായി. അല്ലാഹുവിന്റെ റസൂലേ, നിസ്കരിക്കുക, നോമ്പെടുക്കുക, സകാത്ത് കൊടുക്കുക, ദാനധർമ്മം ചെയ്യുക, അതേപോലെ തന്നെ പിന്നെ ദിക്റ് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഹജ്ജ് ചെയ്യുക, ഇതൊക്കെ ചെയ്ത ആളുകൾ വെറും വർത്താനം പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു പിടിക്കുമെന്നാണോ അങ്ങ് പറയുന്നത്? സംസാരത്തിന്റെ പേരിൽ അവർ നരകത്തിൽ പോകുമെന്നാണോ? ഇത് കേട്ടപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ അറബികൾ പറയുന്ന ചില പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് പറഞ്ഞു, മുആദ്, സ്വന്തം നാവുകൾ ഉണ്ടാക്കിയെടുത്തതിന്റെ വിന കൊണ്ടല്ലാതെ, അതിന്റെ കുഴപ്പം കൊണ്ടല്ലാതെ അധികം ആളുകളും നരകത്തിലേക്ക് മുഖം കുത്തി വീണു പോയിട്ടില്ല എന്നാണ്. ആര് നരകത്തിൽ മുഖം കുത്തി വീണുപോയ സംഭവമാണ് ഈ പറയുന്നത്? അവിശ്വാസികളായ ആരെങ്കിലുമാണോ? ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ആരെങ്കിലും ആണോ? അല്ല, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത മനുഷ്യര്, മുസ്ലിങ്ങൾ നരകത്തിലേക്ക് വീണുപോയ കാര്യമാണ് ഈ പറയുന്നത്. എങ്ങനെയാണ്? അവരുടെ നാവുകൾ ഉണ്ടാക്കിയെടുത്ത കുഴപ്പം കൊണ്ടല്ലാതെ അവരിൽ അധിക പേരും നരകത്തിലേക്ക് മുഖം കുത്തി വീണുപോയിട്ടില്ല എന്നാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ആലോചിക്കണം, ഞാൻ പറയണ എന്തെങ്കിലും വർത്താനം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടോ, ഒന്ന് തൊട്ട് ഞാനത് നിർത്തേണ്ടതുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞത്. എന്താണെന്നറിയോ? മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നാളെ എന്റെ കർമ്മരേഖയുമായിട്ട് അള്ളാന്റെ കോടതിയിൽ ഞാൻ നിൽക്കേണ്ടി വരുമെന്ന് ആർക്കെങ്കിലും ഹൃദയത്തിൽ ഉറച്ച വിശ്വാസമുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യണം? ഫല്യഖുൽ ഖൈറ, അവർ നല്ലത് മാത്രം പറയണം. അല്ലെങ്കിലോ ഔ ലിയസ്മുത്, മിണ്ടാതിരിക്കണം. ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ഒരു തത്വം. നമുക്ക് നല്ലത് പറയാൻ പറ്റൂല, ആ രൂപത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ എന്താണ്? അപ്പൊ പിന്നെ അവിടെ മിണ്ടാതിരിക്കുക നല്ലത്. അത്രയും നമ്മളെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മളെ പ്രകോപിപ്പിച്ചു, പറഞ്ഞു പോകും അറിയാതെ. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എങ്കിൽ അവിടെ മിണ്ടാതിരിക്കണം. വ്യക്തിവിശുദ്ധി സാധ്യമാകണമെങ്കിൽ, അള്ളാന്റെ കോടതിയിലെ കർമ്മങ്ങൾ ചെയ്ത രൂപത്തിൽ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് അനിവാര്യമാണ്. എന്താണെന്നറിയോ? ഈ ഒരു വിഷയം തന്നെ ഞാൻ എടുത്ത ഇത്, ഈ നാവ് നന്നായാൽ തന്നെ ഈ സമൂഹത്തിലെ പല പ്രശ്നം ശരിയോ. നല്ല മക്കളൊക്കെ വീട്ടിലുണ്ടായി തരണമെങ്കിൽ നമ്മുടെ നാവ് വളരെ കൃത്യമായ നല്ല രൂപത്തിൽ നമ്മൾ ഇടപെടുത്തുക തന്നെ വേണം. നാളെ അള്ളാന്റെ കോടതിയിൽ
ഈ നാവിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതിനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് ചിന്തിക്കണം. നമ്മൾ പറയുന്ന ഓരോ വാക്കും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എന്തിനാ അത് രേഖപ്പെടുത്തണേ? പടച്ചോൻ മറന്നു പോകും നമ്മൾ പറഞ്ഞത്? ഇല്ലല്ലോ. പടച്ചോൻ നമ്മുടെ ഹൃദയത്തിലുള്ളത് പോലും അറിയുന്നവനല്ലേ. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ നുവസ്വിസു ബിഹി നഫ്സു. അല്ലാഹു പറയുകയാണ്, തീർച്ചയായും മനുഷ്യരെ നാം സൃഷ്ടിച്ചു, അവന്റെ മനസ്സുകൾ മന്ത്രിക്കുന്നതിനെ കുറിച്ച് പോലും അറിയുന്നവനാണ് അല്ലാഹു. വനഹനു അഖ്റബു ഇലൈകി മിൻ ഹബിലിൽ വരീദ്. അവന്റെ കണ്ഠനാടിയേക്കാളും അവനോട് അടുത്തവനാണ് അല്ലാഹു. ഹൃദയത്തിലുള്ള വിചാര വികാരങ്ങളും ആഗ്രഹങ്ങളും തേട്ടങ്ങളും എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. അങ്ങനെയുള്ള അല്ലാഹു ഉണ്ടല്ലോ, ഇതെല്ലാം രേഖപ്പെടുത്തുവാൻ ഇടത്തും വലത്തും 2 മലക്കുകളെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരറിയാതെ നമുക്കൊരു വാക്ക് പോലും മിണ്ടാൻ പറ്റില്ല. തയ്യാറായിക്കൊണ്ടിരിക്കുന്ന, സൂക്ഷ്മതയോടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന, അവരറിയാതെ ഒരു വാക്ക് പോലും നമ്മൾ ഉച്ചരിക്കുകയില്ല. അവർ രേഖപ്പെടുത്താതെ ഒരു വാക്ക് പോലും നമ്മൾ ഉച്ചരിക്കുകയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തുടർന്ന് പറയുന്ന ആയത്ത് എന്താ അറിയോ? വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് എന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു തോന്നിയതുപോലെയൊക്കെ പറഞ്ഞ് ജീവിച്ചോളി. മരണം വരുമ്പോ അറിയും എന്താണ് നമ്മുടെ ഉണ്ടാക്കി വെച്ചത്, ഇനി എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്, ഇനി എൻ്റെ പരലോകം എന്താണ് എന്ന് കൃത്യമായിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിന്റെ മുമ്പ് നിങ്ങൾ സ്വയം നന്നാകണം എന്നാണ് അള്ളാഹു വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത് രേഖപ്പെടുത്തുന്നത് നമ്മൾ ചിന്തിക്കണം. നാളെ നമ്മൾ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ കൈത്തലങ്ങളിലേക്ക് വെച്ചു തരും. നമ്മൾ പറഞ്ഞ ഓരോ വാക്കുകളും അതിലുണ്ടാകും. ഓരോ വാക്കും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് നോക്കേ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ ഇപ്പൊ ഇതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഓളൊന്നും മൂളിയിട്ടല്ലേ ഉള്ളൂ അല്ലേ? അത് കേട്ട ആളുടെ ഉള്ളിലുണ്ടാകുന്നൊരു മനപ്രയാസമുണ്ട്. ആ നിസ്സാരമാക്കൽ ഏതെല്ലാം രൂപത്തിലാണ് നമ്മൾ മറ്റുള്ളവരെ ഇകഴ്ത്തി പറഞ്ഞത്, മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ചിലരെ കുറ്റം പറഞ്ഞത്, കേൾക്കാതെ പറഞ്ഞത്, കേട്ട് പറഞ്ഞത്. എത്ര ആളുകളുടെ ഉള്ളിൽ ഇന്നും നീറ്റലുണ്ടാവുന്നറിയോ നമ്മൾ പറഞ്ഞ ചില വർത്തമാനത്തിന്റെ പേരില്. എന്നാൽ നമ്മുടെ ആ മൂളല് പോലും രേഖപ്പെടുത്തി വെച്ച് നാളെ നമ്മുടെ കൈത്തലങ്ങളിലേക്ക് പരലോകത്ത് വെച്ചത് നൽകപ്പെടുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം എന്തിനെന്ന് പറഞ്ഞു പോയി എന്ന വല്ലാത്ത ഖേദം അനുഭവിക്കുന്ന സമയമായിരിക്കും അത്. ആ ഖേദം നമുക്ക് വരാൻ വേണ്ടിയിട്ടാ അള്ളാഹു അത് എഴുതി വെക്കുന്നത്. അതാണല്ലോ അള്ളാഹു പറഞ്ഞത്, അന്ന് നമ്മുടെ കയ്യും കാലും നാവും എല്ലാം നമുക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം, യാതൊരു തരത്തിലും രക്ഷപ്പെടാനുള്ള യാതൊരു തരത്തിലുള്ള പഴുതുമില്ലാത്ത ആ ദിവസം. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കണം. നല്ല രൂപത്തിൽ നമ്മൾ സംസാരിക്കണം. ഇവിടുന്ന് തുടങ്ങിയെന്നറിയോ? സ്നേഹം വർത്തമാനങ്ങളിലൂടെ നമ്മൾ പങ്കുവെക്കണം. അള്ളാഹു പറയുന്നുണ്ട്, വഖൂലു ലിന്നാസി ഹുസ്നൻ. നിങ്ങൾ എന്ത് ചെയ്യണം? ജനങ്ങളോട് നല്ല വർത്തമാനം മാത്രം പറയണം എന്ന് മാത്രമല്ല, മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, വഖുൽ ഇബാദി എന്റെ അടിയാറുകളോട് നിങ്ങൾ നല്ല വർത്തമാനം മാത്രം പറയണം. കാരണം പിശാച് നിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കും. നമ്മൾ ചില വർത്താനം പറയുമ്പോൾ അവൾ എന്നോട് ഇഷ്ടമില്ലാതെ പറഞ്ഞതാണ്, അവൾക്ക് എന്നോട് എന്തോ ഒരു വെറുപ്പുണ്ട്, അല്ലെങ്കിൽ അവൾ എന്നെ ഒന്ന് വെച്ച് പറഞ്ഞതാണ്, എന്നെ ഒന്ന് തരം താഴ്ത്തി പറഞ്ഞതാണ് എന്ന രൂപത്തിൽ തോന്നലുകൾ ഉണ്ടാക്കുന്ന വർത്തമാനം പോലും നമ്മൾ പറയാൻ പാടില്ല. കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വർത്തമാനം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തന്നെ നമുക്ക് ഏറ്റവും നല്ല ഒരു മനുഷ്യനായിട്ട് മാറാൻ സാധിക്കും. വ്യക്തി വിശുദ്ധി സാധ്യമാകും. അല്ലെങ്കിൽ ഇഹലോകത്തും പരലോകത്തും അതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തുകളെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് മാത്രമല്ല, വ്യക്തി വിശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അശ്ലീലതകളിലും വേണ്ടാധീനങ്ങളിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണിന്ന് അധികവും. അതിന് പ്രായവ്യത്യാസങ്ങൾ പോലുമില്ല. സ്വന്തം ഇണയുടെ അടുത്തു നിന്നും കേൾക്കുന്ന വാക്കിനേക്കാളും പലർക്കും താല്പര്യം വേറെ ആരെങ്കിലും പറയുന്ന ചില പഞ്ചാര വർത്താനം കേൾക്കാനാണ്.
എടുത്തൊരു സ്ത്രീ എന്നോട് പറഞ്ഞത്, റമളാനായി നോമ്പൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അറിയാതെ ഒരു പുരുഷനുമായിട്ട് ചാറ്റിംഗ് ഉണ്ട്, അറിയാതെ ഞാൻ അവരോട് സംസാരിച്ചു പോകുന്നുണ്ട് റമളാനില്. ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവർ പറയുന്നത് എന്താണെന്നറിയോ? പലവട്ടം വേണ്ടാന്ന് വിചാരിക്കുന്നു, പക്ഷേ ആ ഒരു ചാറ്റിംഗ് ഒന്ന് തുറന്നു നോക്കാൻ ചില സമയത്ത് മനസ്സിൽ വല്ലാത്ത സമ്മർദ്ദം തോന്നുകയാണ്. അവൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാൻ വല്ലാത്ത ഒരു ആഗ്രഹം ഉണ്ടായിത്തീരുകയാണ്. സ്വന്തം ഇണയിൽ നിന്നും കേൾക്കുന്നതിനേക്കാളും ഒരു സംതൃപ്തിയും ഒരു ലഹരിയായിട്ടത് മാറുകയാണ്. പുതിയ കാലത്ത് അങ്ങനെയൊക്കെയുണ്ട്. എത്ര പ്രായം കൂടിയവർ പോലും. ഇപ്പം അടുത്ത് ഞാനൊരു ക്ലാസ്സിന് ചെന്നപ്പോൾ ഒരു ഉമ്മാൻ്റെ അടുത്ത് ചെറിയ 2 കുട്ടികളുണ്ട്. ആ ഉമ്മ പറഞ്ഞു, എൻ്റെ മോനും മരുമോളും തമ്മിൽ വിവാഹമോചനം നടത്തി, ഇപ്പൊ കുട്ടികൾ എൻ്റെ തലയിലായി. എന്താ സംഭവം എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ അവര് പറഞ്ഞത്, അവളുടെ ഭാര്യയുടെ ഫോണിൽ നിന്നും എന്തൊക്കെയോ വേണ്ടാത്തത് അവൻ കണ്ടുപിടിച്ചു, ആകെ പ്രശ്നമായി. ഇപ്പൊ അവൻ അവളെ പറഞ്ഞയച്ചു, കുട്ടികളെ അവൾക്ക് കൊടുത്തിട്ടില്ല. ഇപ്പൊ ഈ വയസ്സാം കാലത്ത് എനിക്ക് കുട്ടികളെ നോക്കേണ്ട ഗതി വന്നു എന്ന് പറയുന്നുണ്ട്. കൂടെ ഭാര്യയുണ്ട്, ഭർത്താവുണ്ടായിട്ടും കൂടെ മക്കളുണ്ടായിട്ടും ഈ രൂപത്തിൽ തലതിരിഞ്ഞ് നടക്കുന്നവരാണ് സ്ത്രീകളും പുരുഷന്മാരും. അന്യ പുരുഷന്റെ അടുത്ത് കേൾക്കുന്ന വാക്കിന്, ആ വർത്തമാനത്തിന് സ്വന്തം ഇണയിൽ നിന്നും കേൾക്കുന്നതിനേക്കാളും അനുഭൂതി കിട്ടുന്നുണ്ട് എങ്കിൽ, സ്വന്തം ഭാര്യയുടെ അടുത്ത് നിന്നും ലഭിക്കുന്ന ആ സ്നേഹത്തിനേക്കാളും വർത്തമാനങ്ങളെക്കാളും മറ്റൊരു പെണ്ണിന്റെ വാക്കുകൾക്കും പെരുമാറ്റങ്ങൾക്കും അനുഭൂതി ലഭിക്കുന്നുണ്ട് എങ്കിൽ നശിച്ചു പോകും ആ കുടുംബം. ആ കുടുംബം നശിച്ചു പോകും. ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരം വൃത്തികേടുകളെല്ലാം സ്വന്തം ജീവിതത്തിൽ നിന്നും പരിപൂർണമായും മായ്ച്ചു കളയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഇന്ന് ഈ അവസാന നിമിഷത്തിൽ തീരുമാനമെടുക്കണം. ഈ പറഞ്ഞതിൽ ഏതാണ് എൻ്റെ ജീവിതത്തിലുള്ളത്? മറ്റുള്ളവരോട് നല്ല പെരുമാറ്റമില്ലേ? മറ്റുള്ളവരോട് നല്ല വർത്തമാനങ്ങളില്ലേ? അള്ളാഹുവിനനുസരിക്കുന്ന കാര്യത്തിൽ, വേഷവിധാനത്തിലാകട്ടെ, വീട്ടിലുള്ള ഏതെങ്കിലും അനിസ്ലാമിക പ്രവണതകൾക്കാകട്ടെ കൂട്ടുനിൽക്കുന്നവളാണോ ഞാൻ എന്ന് സ്വയം ആത്മപരിശോധന നടത്തണം. എൻ്റെ റബ്ബിന്റെ കൽപ്പനക്കെതിരില് ഇനി എൻ്റെ വീട്ടില് ഒരു കാര്യത്തിനും ഞാൻ സപ്പോർട്ട് നിൽക്കുകയില്ല, ഞാൻ അവിടെ യോജിച്ചു പോകുകയില്ല എന്ന് തീരുമാനമെടുക്കാൻ സാധിക്കണം. സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും വർത്തമാനം കൊണ്ടും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന, വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അശ്ലീലതകളും ദുർവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നിന്നും പാടെ നമ്മൾ ഓരോരുത്തരും തുടച്ചു നീക്കണം. അങ്ങനെ നമുക്ക് വ്യക്തിവിശുദ്ധി സാധ്യമാകണം. പ്രിയപ്പെട്ടവരെ, ഈ രാവുകൾ ഇനി ഇവിടെ വളരെ തുച്ഛമായത് മാത്രമാണ്. പാതിരാരാവുകളില് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. ആ സമയത്ത് മനസ്സിനെ പാകപ്പെടുത്തി കിടക്കപ്പായിൽ നിന്നും എഴുന്നേൽക്കണം. തറാവീഹൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ ഉറങ്ങുകയായിരിക്കുമല്ലോ. എന്നിട്ട് ഒരല്പനേരമെങ്കിലും ഉറങ്ങി ഇനിയുള്ള രാത്രികളില് കുറച്ചു നേരത്തെ ഒന്ന് എഴുന്നേൽക്കണം. പടച്ച തമ്പുരാന്റെ മുൻപിലേക്ക് മനസ്സ് സമർപ്പിച്ച് നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപങ്ങൾ ഓർത്ത് ഒന്ന് കരയണം. അങ്ങനെ നമ്മൾ ഇനി ഒരിക്കലും ആ തിന്മയിലേക്ക് തിരിച്ചു പോകില്ലെന്നൊരു തീരുമാനമെടുക്കണം. അള്ളാഹിന്റെ മുൻപിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അള്ളാഹുവിന്റെ വല്ലാത്ത സ്നേഹവും ഇഷ്ടവും നമുക്ക് ലഭിക്കപ്പെടും. അള്ളാഹു നമുക്ക് വഴികൾ, നന്മയുടെ വഴികൾ പിന്നെ തുറന്നു തരും. തൗബ ചെയ്യുന്നവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നാളെ പടച്ച തമ്പുരാന്റെ മുൻപിൽ എന്റെ കർമ്മങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് അള്ളാഹുവിന്റെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ വിശ്വാസത്തോടെ തൗബ ചെയ്ത് മടങ്ങുകയും എന്നിട്ട് ഞാൻ നല്ല പ്രവർത്തനങ്ങൾ ഇനി കാഴ്ചവെക്കുമെന്ന് ഉള്ളിലൊരു തീരുമാനമെടുക്കുകയും ചെയ്യുന്ന മനുഷ്യര്, അല്ലെങ്കിൽ അങ്ങനെ നന്മ പ്രവർത്തിക്കുന്ന മനുഷ്യര്, അവർക്കുണ്ടല്ലോ അവരുടെ തിന്മകൾക്ക് പകരം അള്ളാഹു നന്മയെ മാറ്റിക്കൊടുക്കും. ഇന്നലകളിൽ അവർ പ്രവർത്തിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും പകരം അവർക്കിനി നന്മ ചെയ്യാനുള്ള തുറവികള് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. തൗബ ചെയ്ത ശേഷം ഞാൻ ഇനി മുതൽ നല്ലത് ചെയ്യുന്ന തീരുമാനിച്ച സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ, അവരാണ് യഥാർത്ഥ തൗബ ചെയ്ത
ചെയ്തവർ അവരാണ് കൃത്യമായിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയ മനുഷ്യര് എന്ന് അള്ളാഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളറിയണം, ഒരിക്കല് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണമാസന്നമായ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മരിക്കാൻ കിടക്കുന്ന, ഇനി ജീവിതത്തിൽ അധിക കാലമൊന്നും ബാക്കിയില്ല എന്ന് ഉറപ്പായി കിടക്കുന്ന ഒരു നേരം, അല്ലെ? അത് നമുക്കൊക്കെ വരാനില്ലേ? ഇനി അധിക കാലമൊന്നും ജീവിക്കാനില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു സമയം, അതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? രോഗശയ്യയിൽ കിടക്കുമ്പോ, വാർദ്ധക്യം ബാധിച്ച് കിടക്കുമ്പോ, ഇനി അധിക കാലമൊന്നും ഭൂമിയിലില്ല എന്ന ഉറപ്പോടെ ആ കട്ടിലിന്റെ 4 അതിരുകൾക്കുള്ളില് നമ്മൾ തടവിലാക്കപ്പെടുന്ന ഒരു പ്രായം വരാനുണ്ട്. അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് ചോദിക്കുകയാണ്, മരണാസന്നനായ ഒരു മനുഷ്യനാണ്, എന്താണ് ഇപ്പൊ താങ്കളുടെ മനസ്സിലുള്ള വിചാരം, മനസ്സിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് വല്ലാത്ത പേടിയുണ്ട്. എന്താണ്? ചെയ്ത തെറ്റിന് അള്ളാഹു ശിക്ഷിക്കുമോ എന്ന് വല്ലാത്ത പേടിയുണ്ട്. പക്ഷേ അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തില് എനിക്ക് വല്ലാത്ത പ്രതീക്ഷയുമുണ്ട്. ചെയ്ത തെറ്റുകൾ അതൊന്നും സാരല്ല എന്നുള്ളൊരു മനസ്സൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ റബ്ബേ എന്നുള്ള കുറ്റബോധം. അതോടൊപ്പം എത്ര വലിയ പാപം ചെയ്താലും അത് പുറത്തു തരുന്നവരാണല്ലോ എൻ്റെ റബ്ബ് എന്ന കൃത്യമായ ഒരു സമാധാനവും എൻ്റെ ഉള്ളിലുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ എനിക്ക് പ്രതീക്ഷയുമുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഈ 2 വികാരങ്ങളും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരുമിച്ച് കൂടിയാൽ, ചെയ്ത തെറ്റിന് കുറ്റബോധവും എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരുമിച്ച് കൂടിയാൽ, അവൻ ഏതൊന്നിലാണോ ഭയപ്പെടുന്നത് അതിലവന് നിർഭയത്വം നൽകും. ഏതൊന്നിലാണോ അവൻ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷയിൽ അല്ലാഹു അവന് പൂർണ്ണതയും നൽകും എന്നുള്ളതാണ്. അപ്പൊ പ്രതീക്ഷ അവന് പൂർത്തീകരിച്ച് നൽകുകയും ചെയ്യുമെന്ന. ഇത് ഏത് നിമിഷമെന്നറിയോ? മരിക്കാൻ കിടക്കുമ്പോൾ ഈ ഒരു മനസ്സ് നമ്മളിൽ പാകപ്പെടണം. അപ്പോ നിർഭയത്വത്തോടെ അള്ളാഹുവിന്റെ കാരുണ്യത്തില് ഉറച്ച വിശ്വാസത്തോടെ ആ മരണശയ്യയിൽ നമുക്ക് കിടക്കാൻ സാധിക്കും, ഒരു ഭയപ്പാടുമില്ലാതെ. നമ്മൾ ഓർത്തു നോക്കൂ, മരിക്കാൻ കിടക്കുന്ന നേരത്ത് എന്തായിരിക്കും നമ്മുടെ ചിന്ത? മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് വരെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചവരെ കുറിച്ച് പലരെ കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മരണം ഈ റമദാനിലാണ് നടന്നത്. ആ മരണം നടന്ന വീട്ടില് ഒരു പുരുഷനാണ് മരിച്ചത്. ആ മരണം നടന്ന വീട്ടില് ആ മക്കള് പറയുന്നുണ്ട്, ഉപ്പ ഇന്ന് പുലർച്ചെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോ പോലും എന്ത് ചെയ്തിരുന്നു? പലതും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. സംസാരിച്ചതെല്ലാം ദുനിയാവിന്റെ കാര്യങ്ങളായിരുന്നു. സംസാരിച്ചതെല്ലാം ദുനിയാവിന്റെ കാര്യങ്ങളായിരുന്നു. പുലർച്ചെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മക്കളെ കുറ്റപ്പെടുത്തി, നിങ്ങൾ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു എന്നാണ്. അതൊക്കെ മക്കൾ കുറ്റപ്പെടുത്തി പറയല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപ്പ ഞങ്ങളോട് സംസാരിച്ചു. അങ്ങനെ ഉപ്പ പുലർച്ചക്ക് ഭക്ഷണം കഴിച്ചു പോയി കിടന്നതാണ്. പിന്നീട് ആ മനുഷ്യൻ എണീറ്റിട്ടില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, എത്ര പെട്ടെന്നാണ് നമ്മൾ മരിച്ചു പോകുന്നത്. അപ്പോ മരിക്കാൻ കിടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പോലും നമുക്കൊരു പക്ഷേ ദുനിയവിയായ ചിന്തകൾ കടന്നു വന്നേക്കാം. എന്റെ ദുനിയാവ് ഞാൻ വിട്ടുപോകുകയാണല്ലോ എന്ന വല്ലാത്ത വേദന ബാധിച്ചേക്കാം. ഇനി എന്റെ മക്കളോടുകൂടെ ഒരു ജീവിതമില്ലല്ലോ എന്ന് ഓർത്ത് നമ്മുടെ മനസ്സ് നഷ്ടബോധത്തില് ആണ്ടുപോയേക്കാം. ഞാൻ ഈ വീടും എന്റെ കുടുംബവും എന്റെ സ്വത്തും മുതലും എല്ലാം വിട്ടേച്ചു പോകുകയാണല്ലോ എന്ന നഷ്ടബോധം നമ്മുടെ ഉള്ളിൽ ആണ്ടുപോയേക്കാം. അതിനേക്കാളും ഒരുപക്ഷേ ഇനിയും സമയം വർദ്ധിക്കുമ്പോ ഇനി ഞാൻ ഖബറിൽ ഒറ്റക്കായി പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ടും നമ്മുടെ ഹൃദയം നടുങ്ങിയേക്കാം. എന്നാൽ അവിടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ചെയ്ത തെറ്റുകളിൽ കുറ്റബോധവും അള്ളാഹുവിന്റെ കാരുണ്യത്തിലെ പ്രതീക്ഷയുമുള്ള മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു നിർഭയത്വം ഉണ്ടാക്കി കൊടുക്കും. അവന്റെ പ്രതീക്ഷയിൽ അള്ളാഹു പൂർത്തീകരണം നൽകും. അപ്പൊ പിന്നെ നമുക്കൊരൊറ്റ ചിന്തയുണ്ടാവുള്ളൂ, ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്തേക്ക് പോവാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവനെ കാണാൻ അള്ളാഹു ആഗ്രഹത്തോടെ കാത്തിരിക്കും. ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ വെറുപ്പാണെങ്കിൽ അവനെ കാണാൻ അള്ളാഹുവും വെറുപ്പോടെ കാത്തിരിക്കും. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുണ്ടാവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതല്ല സംഭവം. മരിക്കാൻ നേരത്തുണ്ടല്ലോ, എൻ്റെ മരണത്തിലൂടെ എൻ്റെ റബ്ബിനെ കാണാനുള്ള ഒരു യാത്രയാണ് എന്ന ഒരു സമാധാനം കിട്ടുന്ന
മരിക്കുന്ന മനസ്സ് അതാർക്കുണ്ടാവുക? ഈ പറയുന്ന രൂപത്തിൽ ചെയ്ത തെറ്റുകളിൽ കുറ്റബോധവും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുമുള്ളവർക്ക് അള്ളാഹു നൽകിയ നിർഭയത്വത്തിന്റെയും അള്ളാഹു നൽകിയ ആ ഒരു പ്രതീക്ഷയുടെ പൂർത്തീകരണത്തിന്റെയും ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പാകപ്പെടും. എൻ്റെ പോക്ക്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് പോവാണ്, എൻ്റെ റബ്ബിനെ കാണാൻ പോവുകയാണ്. വല്ലാത്തൊരു സന്തോഷമാണ്. മരിക്കണല്ലോ എന്നുള്ള പേടിയൊന്നും നമ്മുടെ ഉള്ളിൽ അപ്പോൾ പാകപ്പെടുകയില്ല. സമാധാനത്തോടെ സന്തോഷത്തോടെ മരിച്ചു വേർപിരിയാൻ നമുക്ക് സാധിക്കും. ഏറ്റവും നല്ല ഒരു വിടപറച്ചിലായിട്ട് മരണത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. അവിടുന്ന് അങ്ങോട്ട് ബർസഖി ലോകമുണ്ടല്ലോ, അതിമനോഹരമായിരിക്കും. നമുക്കൊരു ദുഃഖവും നൽകാത്ത, ഒരു വേദനയും നൽകാത്ത, പരിപൂർണ സംരക്ഷണം നൽകുന്ന വിശാലമാക്കപ്പെട്ട സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ട, സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിക്കപ്പെട്ട അതിമനോഹരമായ ഖബറിടത്തിൽ ഒരു പേടിയുമില്ലാതെ, ഒരു ഭയപ്പാടുമില്ലാതെ സമാധാനത്തോടെ നമ്മൾ കിടക്കും. അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയും അതിമനോഹരമായിരിക്കും. പിന്നീട് സ്വർഗം, അവിടെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതി അള്ളാഹുവിനെ കാണുന്ന നിമിഷമാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മോഹം പാകപ്പെടും നമ്മൾ മരിക്കാൻ നേരത്ത് എന്നതാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ പാകപ്പെടുത്തേണ്ട ഒരേ ഒരു വികാരം, എൻ്റെ തെറ്റുകളിൽ എനിക്ക് വല്ലാത്ത കുറ്റബോധം വേണം, എൻ്റെ റബ്ബിന്റെ കാരുണ്യത്തിൽ എനിക്ക് പ്രതീക്ഷയും വേണം. അതിന് ചെയ്ത തെറ്റുകൾ ഓർത്തെടുക്കണം, അള്ളാഹുവോട് പശ്ചാത്തപിക്കണം, കണ്ണൊന്ന് നനയണം, അള്ളാഹുവോട് പാപമോചനം തേടണം. തൗബ ചെയ്ത് ഏറ്റവും വിശുദ്ധിയോടെ ഈ റമളാനിനോട് വിട പറയുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. അങ്ങനെയുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ മനസ്സിൻ്റെ ഉടമകളായിട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉയർത്തുമാറാകട്ടെ. അള്ളാഹുവെ, വിശുദ്ധ റമളാനിൻ്റെ ഇനിയുള്ള ഓരോ മണിക്കൂറുകളെയും കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിന്നോട് പ്രത്യേകം ചോദിക്കാനുള്ള കാര്യം ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ചാണ് റബ്ബേ. ആ പൊന്നു മക്കള് അവരുടെ ശരീരത്തിൽ ഒരു പോറലേൽക്കുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത പാവപ്പെട്ട ഉമ്മമാരാണ് റബ്ബേ. ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സൽപാന്താവിൽ കാലുറപ്പിച്ച് നിർത്തേണമേ റബ്ബേ. അവരാൽ ഇഹത്തിലും പരത്തിലും സന്തോഷവും അഭിമാനവും അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. അവരെ പ്രതി കണ്ണ് നനയാതെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാ കാരുണ്യവും നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അവർ ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചവരാണ്. അവർ സ്നേഹിച്ചതുപോലെ ഒരു മനുഷ്യരും വേറെ ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല. അല്ലാഹുവേ, ആ പൊന്നുമാക്കും പൊന്നുപ്പാക്കും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉന്നതമായ ബർസഖി ജീവിതം നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. അവരുടെ ഖബറിലേക്ക് ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ കഴിയുന്ന മക്കളായിട്ട് നീ ഞങ്ങളെ ഉയർത്തേണമേ തമ്പുരാനെ. നാളെ സ്വർഗത്തിൽ അവർ ഞങ്ങളെ കണ്ടുമുട്ടുമ്പോൾ പൊന്നുമോളെ, നിന്റെ പ്രാർത്ഥന നിമിത്തം അല്ലാഹു ഞങ്ങളെ ആദരിച്ചു എന്ന് പറഞ്ഞ് ആത്മാഭിമാനത്തോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നവരായിട്ട് അവരെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ റബ്ബേ. അതുപോലെ ഞങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ, ദീർഘകാലം സ്വാലിഹീങ്ങളായ മക്കളെ നീ ഈ ഭൂമിയിൽ ബാക്കിയാക്കണമേ റബ്ബേ. അവരുടെ പ്രാർത്ഥനകൾ ലഭിക്കപ്പെടുന്ന ഏറ്റവും ഭാഗ്യം സിദ്ധിച്ച മാതാപിതാക്കളായിട്ട് നീ ഞങ്ങളെ ഉയർത്തേണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്ത്രീ സമൂഹമേ, നിങ്ങളുടെ സ്വർഗ്ഗ നരകങ്ങൾ കണക്കാക്കുന്നതിൽ ഇണയുമായിട്ടുള്ള സഹവാസത്തിന് വലിയ ബന്ധമുണ്ട് എന്ന് അല്ലാഹുവേ ഇടറിപ്പോയിട്ടുണ്ട്. സ്വഭാവങ്ങൾ എപ്പോഴൊക്കെയോ പരുക്കനായി പോയിട്ടുണ്ട്, വാക്കുകളെല്ലാം പതറിപ്പോയിട്ടുണ്ട്. അല്ലാഹുവേ, നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നീ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഇടയിൽ സമൃദ്ധമായ നന്മയുടെ സ്നേഹം ഉണ്ടാക്കി തരണമേ റബ്ബേ. സ്വർഗത്തോളം അവരുടെ കൈപ്പിടിച്ച് നടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ഈ റമളാനിന്റെ പരിശുദ്ധിയിൽ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, നിന്റെ ഈ മഗ്ഫിറത്തിന്റെ മാസത്തിൽ അല്ലാഹ് ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ പരിപൂർണമായും മായ്ച്ചു കളയണമേ റബ്ബേ. ഇഹത്തിലോ പരത്തിലോ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാതെ ഞങ്ങളെ നീ പരിപൂർണമായും പാപമുക്തരാക്കണമേ റബ്ബേ. ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ സ്വസ്ഥത നൽകണമേ റബ്ബേ. അതിനുവേണ്ടി സ്നേഹം നിറഞ്ഞ ഒരു മനസ്സും സ്നേഹാന്തരീക്ഷവും ഞങ്ങളുടെ കുടുംബത്തിലും മക്കളിലുമെല്ലാം നീ ഉണ്ടാക്കി തരണമേ തമ്പുരാനെ. എന്നാൽ ഞങ്ങൾ പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ റബ്ബേ. അത് സഹിക്കാൻ ഞങ്ങൾക്ക് ഉൾക്കരുത്തില്ല തമ്പുരാനെ. എന്നാൽ
നീ നിർബന്ധമാക്കിയ വല്ല പരീക്ഷണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് സഹിക്കാനുള്ള ഉൾക്കരുത്ത് നൽകണമേ തമ്പുരാനെ. നരകശിക്ഷയെ തൊട്ടും ഖബർ ശിക്ഷയെ തൊട്ടും നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ റബ്ബേ. ഈ കൂടിയിരിക്കുന്നത് പോലെ, ഈ റമളാനിന്റെ പരിശുദ്ധിയുടെ ദിനത്തിൽ കൂടിയിരിക്കുന്നത് പോലെ നാളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഇഷ്ടജനങ്ങളായി കൂടിയിരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. മുത്തുനബിയോടൊപ്പം ഉല്ലസിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളോടും ഇണകളോടും മാതാപിതാക്കളോടും എല്ലാം ഒപ്പം സ്വർഗീയ ഉല്ലാസം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വഅജിർ വാലിദൈനാ മിനന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.